പലതും തേടി നിഴലുകൾ മൂടിയ വഴികളിലോടി ഒടുവിൽ നീ വന്നെത്തിയ ഒരിടമോ ഏകാന്തതയുടെ അപാര തീരങ്ങളിൽ. കാൽപ്പനികതകളെ തിരിച്ചറിയാൻ കഴിയാതെ അതിജീവനത്തിനു വേണ്ടി പരദേശങ്ങളിലേക്ക് നാടുകടത്തപ്പെട്ടവരായ പ്രവാസികളെക്കുറിച്ച് മലയാളികളുടെ പ്രിയ കവി ഭാസ്കരൻ മാഷ് കോറിയിട്ടിരുന്ന ചില വഴികളാണത്. ജന്മനാടിൻ്റെ മടിത്തട്ടിൽ നിന്നിറങ്ങി വേദനകളും നൊമ്പരങ്ങളും ഒറ്റപ്പെടുത്തലുകളും അതിലുപരി എന്നെങ്കിലും സാക്ഷാത്കരിക്കപ്പെട്ടേക്കാവുന്ന കുറേ സ്വപ്നങ്ങളുടെ ഭാണ്ഡവും പേറി മഴക്കാലവും മാമ്പഴക്കാലവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വിയർപ്പുകൊണ്ട് അത്തറു പൂശി ഓരോ പ്രവാസിയും നടന്നു തുടങ്ങുന്നു. സീറോ മലബാർ മക്കളുടെ പ്രവാസത്തിന് ഒത്തിരിയേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയും അങ്ങ് ആഫ്രിക്കയിലുമൊക്കെയായി പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. അഭിവന്യ ആലഞ്ചേരി പിതാവേ, എല്ലാ പിതാക്കന്മാരെ, വൈദികരെ, ജനപ്രതിനിധികളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് എടുക്കുന്ന രണ്ടാമത്തെ ടോപ്പിക്ക് ചലഞ്ചസ് ഓഫ് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി എന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ടീമിനെ ഞാനൊന്ന് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവരെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി മിസ്റ്റർ തോമസ് കുരുവിള, പ്രസിഡൻറ്റ് SMCA കുവൈറ്റ്. ഇനാഗുറേഷനായി ഹിസ് എക്സലൻസി മാർ ബോസ്കോ പുത്തൂർ, ബിഷപ്പ് ഓഫ് മെൽബൺ ഡയസസ്. കീ ടോപ്പിക് പ്രസൻറ്റേഷൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഹിസ് എക്സലൻസി മാർ റാഫേൽ തട്ടിൽ, ബിഷപ്പ് ഓഫ് ഷംസാബാദ്. കോൺട്രിബ്യൂട്ടറി സ്പീക്കേഴ്സായിട്ട് നമ്മൾക്കിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് PT ചാക്കോ, ഗ്ലോബൽ വൈസ് പ്രസിഡൻറ്റ് ഷംസാബാദ്. ചാക്കോ സാർ, യെസ്. രണ്ടാമത്തെ കോൺട്രിബ്യൂട്ടറി സ്പീക്കർ ഞാൻ തന്നെയാണ്. മൂന്നാമത്തെ കോൺട്രിബ്യൂട്ടറി സ്പീക്കറായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെരി റെവറൻഡ് ഫാദർ ഇമാനുവൽ കാടൻകാവിൽ, VG കല്യാൺ ഡയസിസ്. അടുത്ത കോൺട്രിബ്യൂട്ടറി സ്പീക്കർ മിസ്റ്റർ ജോയ് ആൻ്റണി, SMCA ഖത്തർ. അടുത്ത കോൺട്രിബ്യൂട്ടറി സ്പീക്കർ ഷെവ്ലിയാർ CB വാണിയപുരയ്ക്കൽ, പ്രവാസി കോർഡിനേറ്റർ. നമ്മുടെ അവസാനത്തെ കോൺട്രിബ്യൂട്ടറി സ്പീക്കർ ബിനോയ് ജോസഫ്, പ്രസിഡൻറ്റ് SMCA റിയാദ്. നമ്മളുടെ ഈ സെഷൻ വെൽക്കമിനായി ഞാൻ മിസ്റ്റർ സുനിൽ P ആൻ്റണി, കാത്തലിക് കോൺഗ്രസ് ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, കുവൈറ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ പിതാക്കന്മാരെ, ഞാൻ ഒരു ചങ്ങനാശ്ശേരിക്കാരനാണ്. 2 പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളി ഇടവകാംഗമാണ്. 2 വിശുദ്ധന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഇടവകയിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്കുണ്ടായിരിക്കുന്ന ആ ആത്മീയ തീവ്രത എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മാർ മാത്യു കാവുകാട്ട് തിരുമേനിയും മാർ കുര്യാളശ്ശേരി പിതാവും എന്നും നമ്മുടെ സഭയുടെ ആത്മീയ ഗുരുക്കളായിരുന്നു. ആ പാത പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ 27 വർഷമായിട്ട് ഇന്ന് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്താണ് പ്രവാസം? ആരാണ് പ്രവാസി എന്ന് ഉള്ളിലേക്കൊരു ചോദ്യമെറിഞ്ഞ് തിരിച്ചറിവിൻ്റെ പാഠങ്ങളിലേക്ക് എത്താനുള്ള ഒരു ശ്രമം വാഴ്ത്തപ്പെടേണ്ടത് തന്നെയാണ്. പ്രവാസം ഒരു ശിക്ഷയാണോ രക്ഷയാണോ എന്ന് എത്ര കാലമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിജീവിതത്തിനു വേണ്ടി സ്വദേശത്തിൻ്റെ സൗഭാഗ്യങ്ങൾ വെടിഞ്ഞ് ജന്മനാടിൻ്റെ അതിർത്തി വിട്ട് ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോകേണ്ടി വന്നവരാണ് പ്രവാസികളെന്ന് നമുക്ക് സാമാന്യമായി നിർവചിക്കാം. പഴയ നിയമകാലത്ത് തന്നെ
ശിക്ഷയെന്ന് മുദ്രയടിക്കപ്പെട്ടു പോകുന്ന പ്രവാസം മലയാളി സുറിയാനി കത്തോലിക്കന് അനുഗ്രഹമായി മാറിയത് അത് ഉളവാക്കിയ സൽഫലങ്ങളും നമ്മുടെ കുടുംബങ്ങളുടെ സമ്പൽഘടനയെ അത് ഗുണപരമായി വാർത്തെടുത്തത് കൊണ്ടുമാണ്. സീറോ മലബാർ കത്തോലിക്കരുടെ ഈ രാജ്യാന്തര വേദിയിൽ പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളും ഞാനുമടക്കമുള്ള സമ്മേളന പ്രതിനിധികൾ ഹൃദയംഗമായി സല്യൂട്ട് ചെയ്യേണ്ടത് സ്വന്തം നാടിൻ്റെയും വീടിൻ്റെയും സുഖവും സുരക്ഷിതത്വവും ഉറ്റവരുടെ സാമീപ്യവും വിട്ട് 1960കളും 70കളും മുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് നേഴ്സിംഗ് ജോലിക്കായി പോയ നമ്മുടെയൊക്കെ മുതിർന്ന സഹോദരിമാരെയാണ്. ലോകമൊട്ടാകെ മലയാളിയുടെയും സുറിയാനി കത്തോലിക്ക സമൂഹത്തിൻ്റെയും ആതുര ശുശ്രൂഷ രംഗത്തെ നന്മയും സമർപ്പണബോധവുമുള്ള അംബാസഡർമാരായി അവരെ പിഞ്ചുന്നവരും മാറിക്കഴിഞ്ഞു. ആ അടിത്തറയിലാണ് സീറോ മലബാർ സഭ ഇന്ന് ആഗോള സാന്നിധ്യമുള്ള പ്രാദേശിക സഭയായി മാറിയതെന്ന് പറയാൻ ഒരു തരത്തിലുള്ള ഗവേഷണത്തിൻ്റെയും ആവശ്യമില്ല. അതിൻ്റെ ചുവട് പിടിച്ച് വളർന്ന നമ്മുടെ സമുദായത്തിൻ്റെ പ്രവാസി ചരിത്രം നേരിടുന്ന പ്രതിസന്ധികളെ അവലോകനം ചെയ്യുമ്പോൾ അത് ഏകപക്ഷീയമോ ഉപരിവിപ്ലവമോ ആത്മീയ മണ്ഡലത്തിന് ചുറ്റും പടപ്പ് തല്ലുന്നതോ ആയി മാറരുതേ എന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹവും ചിന്തയും. മറുനാട്ടിൽ അതിജീവനത്തിൻ്റെ ഉപാധി തേടിപ്പോയി വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടെ കഴിയുന്ന പ്രവാസി സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ആഴത്തിൽ പഠിക്കാനും വിശകലനം ചെയ്യുവാനും സീറോ മലബാർ സഭയ്ക്ക് പ്രവാസികൾക്ക് വേണ്ടിയുള്ളൊരു പ്രേക്ഷിത സമീപനം ഉണ്ടാകണം. പ്രവാസികളെ പ്രേക്ഷിതരാക്കാനല്ല, കുടുംബ പ്രേക്ഷിതത്വം പോലെ പ്രവാസി ബാച്ചിലേഴ്സിൻ്റെയും പ്രവാസി കുടുംബങ്ങളുടെയും പ്രശ്നങ്ങളെ, ആശങ്കകളെ, ആവശ്യങ്ങളെക്കുറിച്ച് കൂലംകുലുഷമായി പഠിച്ച് അതിന് പ്രശ്നാധിഷ്ഠിതമായ പരിഹാരം കാണുന്ന മിഷണറി ചൈതന്യമുള്ള സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഒരു നിരയെ വൈദികരും സന്യാസ്തരും അൽമേരും അടക്കമുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരണം. പ്രവാസ ഭൂമിയിൽ കുടുംബജീവിതം, ദാമ്പത്യം, പേരൻറ്റിങ്, ഒറ്റയ്ക്കുള്ള ജീവിതം, തൊഴിൽ മേഖലയിൽ തികഞ്ഞ അനിശ്ചിതത്വം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, തിരികെ പോയാൽ സ്വദേശത്ത് ഉറപ്പും ദൃഢതയുമുള്ള ഉപജീവന ഉപാധികൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിസ്സംഗത, മക്കൾക്ക് മികവുറ്റ ഉപരിപഠന സൗകര്യങ്ങൾ, സുരക്ഷിതത്വം, നിലവാരം ഉള്ളടങ്ങളിൽ ഒരുക്കുന്നതിനുള്ള കൊടിയ വെല്ലുവിളികൾ, അത്തരം കാര്യങ്ങളിൽ സമുദായ സ്ഥാപനങ്ങളിൽ നിന്ന് പലപ്പോഴും നേരിടേണ്ടി വരുന്ന വിലപേശലുകളും നിസ്സഹകരണവും, ചില ഇടവക ദേവാലയങ്ങളിൽ പിഞ്ചൊല്ലുന്ന പ്രവാസി ടാക്സ് ചെയ്യപ്പെടേണ്ടവനാണെന്നുള്ള മനോഭാവവും, വിശ്വാസിയുടെ ആശ്വാസ സമയക്കുറവ് മൂലം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ഉജ്ജ്വല നേതൃത്വം നൽകുന്ന അഭിമന്യ മാർ ബോസ്കോ പിതാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി മാർ തട്ടേൽ പിതാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ മോഹൻ തോമസ് ഇല്ല, PT ചാക്കോ, മിസ്റ്റർ വിപിൻ, വെരി റവറൻഡ് ഫാദർ ഇമാനുവേൽ, മിസ്റ്റർ തോമസ് കുരുവിള, CB വാണിപ്പുരയ്ക്കൽ, ബിനോയ് ജോസഫ് എന്നിവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദിയോടെ മിസ്റ്റർ ജോയി എന്നിവരെയും നന്ദിയോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തിരുഹൃദയം, തിരുക്കുടുംബം എല്ലാവരെയും ആദ്യ പ്രവാസിയായി നമ്മൾ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന തിരുക്കുടുംബത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സുനിൽ. പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് മിസ്റ്റർ തോമസ് കുരുവിലെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Your Beatitude, Major Archbishop Mark George Cardinal Alancheri, beloved Bishops, His Excellency Mar Raphael Tatil, His Excellency Mar Bosco Putur, other bishops, priests, contributors, speakers, Advocate PT Chago, Mr. Bibin Varghese, Very Reverend Father Emmanuel Kadangavil, Mr. Joy Anthony, Chevalier CB Vaniparikel, Mr. Binoy Joseph, Padapap, Mr. Lal Jos, political leaders who are there to share their views on the subject, respected delegates, and the AKC's Global Committee office bearers and members. It is
of course, a matter of pride that I am given this opportunity to moderate or this session. Let me introduce myself as the 25th President of SMCA Kuwait. It is the first Malabar layman movement in the whole Middle East. Proud to say that SMCA Kuwait may termed as the most successful among the Laity Association of Syro-Malabar migrants in the whole world. While we discuss the paper Challenges of Migrant Community, we can see many challenges common to their other Gulf states and to other migrant places are not applicable to Kuwait. We are able to overcome most of them and to set up a proper Syro-Malabar community. Even without the direct interference from the Synod or without the proper pastoral care of the Syro-Malabar priest. We thank Bishop Camilo Balin and the priest to serve us for all that we have. But the current system did not happen overnight in Kuwait. It was a long journey. Before we start discussing the paper, I would like to present this success story in front of all delegates as a motivation story or as a case study of these who are in similar situation. Let me shift my medium of speech to Malayalam. ഇറാഖ് നടത്തിയ കുവൈറ്റ് അധിനിവേശത്തെ തുടർന്ന് നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴാണ് സ്വന്തം ഭാഷയും ആരാധനാക്രമവും ഉപേക്ഷിച്ച് ജീവിച്ചിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുവൈറ്റിലെ സീറോ മലബാർ മക്കൾ മനസ്സിലാക്കിയത്. സ്വന്തം ദേശത്ത് അനുഭവിച്ച അനിതാബോധം അവരുടെ ഉള്ളിൽ ഒരു നെരിപ്പോടായി. അധിനിവേശത്തിന് ശേഷം തിരികെ എത്തിയപ്പോൾ കുവൈറ്റിൽ സേവനം ചെയ്തിരുന്ന മലയാളി കത്തോലിക്ക വൈദികൻ തങ്ങളുടെ വേദനകൾക്ക് പരിഹാരം കാണുന്നില്ല എന്ന് മാത്രമല്ല ആവശ്യങ്ങൾക്ക് എതിരാണെന്ന് കൂടി മനസ്സിലാക്കിയപ്പോൾ റീത്ത് അടിസ്ഥാനത്തിൽ സംഘടനകൾ രൂപം കൊള്ളുവാൻ തുടങ്ങി. അങ്ങനെ 1994 മലങ്കര റൈറ്റ് മൂവ്മെൻറ്റും 95 സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷനും രൂപം കൊണ്ടു. SMC അംഗത്വമെടുത്തവർക്ക് വിവാഹത്തിന് കുറി നൽകാതെ ഇരിക്കുക, പള്ളിയിൽ പ്രസംഗത്തിനിടയിൽ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, പരസ്യമായി ശാസിക്കുക തുടങ്ങി ന്യൂഷ ഒപ്പിട്ട മഹ്റോൺ നോട്ടീസ് നൽകുന്നത് വരെ നീങ്ങുന്നതായിരുന്നു ആ നടപടികൾ. വികാരിയറ്റിൽ നിന്നുള്ള എതിർ നടപടികൾ. പക്ഷേ ഇതൊന്നും ഗവനിക്കാതെ സീറോ മലബാർ സിനഡിൻ്റെ അംഗീകാരത്തോടുകൂടി ധൈര്യപൂർവ്വം SMCയെ പടനയിച്ചു. അതിൽ സംവാദങ്ങളും അണിയരഞ്ജന ചർച്ചകളും ഉണ്ടായിരുന്നു. റോമിലേക്ക് തുടരെ അയച്ചുകൊണ്ടിരുന്ന പരാതികളുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ മറുതലിച്ച നിസ്സഹകരണ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, പരസ്യപ്രചാരണങ്ങളുണ്ടായിരുന്നു, പ്രതിഷേധ യോഗങ്ങളും സമരപരിപാടികളും ഉണ്ടായിരുന്നു. എന്തിനേറെ ഷീഷ്മ എന്ന കുവൈറ്റ് ബിഷപ്പ് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ 1500ഓളം കുട്ടികളെ പഠിപ്പിച്ച സീറോ മലബാർ സെനറ്റിൻ്റെ അംഗീകരിച്ച വേദപാഠ ക്ലാസ്സുകളും 3 മാസത്തോളം എന്നും കുർബാന ചൊല്ലിയ ഒരു ഇടവകയും ഉണ്ടായിരുന്നു. ആവശ്യങ്ങൾ ന്യായമായിരുന്നതുകൊണ്ടും അവ അനുവദിക്കുന്നതാണ് നീതിയെന്നും എന്ന അഭിവന്ധ്യ പിതാവിന് ബോധ്യമായതുകൊണ്ടും ഓരോ സമരപരിപാടികൾക്ക് ശേഷവും SMCA കുവൈറ്റ് വികാരിയറ്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. അവിടുത്തെ ഇടവകൾ ശക്തിപ്പെടുത്തി. അങ്ങനെ നിരന്തര സമരത്തിലൂടെയും സംഭാഷണത്തിലൂടെയും ഞങ്ങൾ നേടിയ നേട്ടങ്ങൾ അക്കമിട്ട് പറഞ്ഞാൽ ഖത്തറിലും മറ്റ് രാജ്യങ്ങളിലും സംഘടനകൾ സ്ഥാപിക്കുവാൻ പ്രവർത്തനങ്ങൾ 1995 വർഷത്തിൽ ഒരു കുർബാന എന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ദിവസം 4ഉം 5ഉം കുർബാന എന്ന അവസ്ഥയിലേക്കുള്ള മാറ്റം. മലയാളവും ഭാഷയും സംസ്കാരവും അറിയാതിരുന്ന ഒരു തലമുറയിൽ നിന്ന് മാതൃഭാഷയുടെയും നസ്രാണി സംസ്കാരത്തിൻ്റെയും മടങ്ങിവരവ്. മലയാളം തുടർപഠന ക്ലാസ്സുകളും കേരള ഗവൺമെൻറ്റിൻ്റെ മലയാളം മിഷൻ പ്രവർത്തനങ്ങളും ഒരു വൈദികനും 2 സന്യസ്തരും 3 വൈദിക വിദ്യാർത്ഥികളുമടക്കം പ്രവാസ ലോകത്ത് നിന്ന് സഭാ സേവനത്തിനായി പുതുതലമുറയെ നൽകാൻ സാധിച്ചത്. ആദ്യ കുർബാന സ്വീകരണവും കുംസാരവും സ്വന്തം ഭാഷയിലും രീതിയിൽ നടത്തുവാനുള്ള സാഹചര്യം വർഷം തോറും 300ഓളം കുട്ടികൾ നമ്മുടെ രീതിയിലുള്ള പരിശീലനത്തിന് ശേഷം സീറോ മലബാർ ക്രമത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. സീറോ മലബാർ സഭയുടെ മക്കൾ സ്വന്തം വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പഠിച്ചു വരുവാനുള്ള സംവിധാനം 5000-ലധികം കുട്ടികൾ നമ്മുടെ വിശ്വാസ പരിശീലനം കുവൈറ്റിൽ സ്വീകരിക്കുന്നു. 700ഓളം നിരാലംബരക്കാർക്ക് ഭവനം നിർമ്മിച്ചു നൽകാനുള്ള സാമൂഹിക പ്രതിബദ്ധത. 25ാം വർഷത്തിലേക്ക് കിടക്കുന്ന SMCA കുവൈറ്റ് അതിനെ മാർക്ക് ചെയ്തുകൊണ്ട് 1 കോടിയുടെ പ്രൊജക്റ്റ് 25 ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള തീരുമാനം. കാർഗിൽ യുദ്ധത്തിലും കച്ചിലെ ഭൂമികുലുക്കത്തിലും കേരളത്തിലെ വെള്ളപ്പൊക്കത്തിലും ദുരന്ത നിവാരണത്തിലും സാമൂഹിക സേവന സന്നദ്ധത.
കുവൈറ്റ് ബ്ലഡ് ബാങ്കിൻ്റെ ഹീറോ അവാർഡും കുവൈറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ സൊസൈറ്റിയുടെ സൗഹൃദത്വം നേടിയ മാനവീയത മുഖം. All these are achieved by lady empowerment. Now Kuwait looks forward to have pastoral care direct from the Mother Church. We request all delegates to join us in the requesting or demanding the church authorities to act fast to erect a Syro Malabar park in the Middle East. Only this step can solve many pastoral issues. Kuwait government has been in good terms with the Catholic Church by hosting the Vatican Nunciature and allowing a bishop in Kuwait with immigration permission and record approval files. The papal rescript that prevents the justice to be amended, and we need to put our papers in front of Rome for the same. We request honorable bishops, priests and laymen, leaders for all corners of globe to keep this in mind and support our intention to live as full-fledged Syro Malabar Catholic in the Middle East. Thank you. അടുത്തതായി ഇനാഗ്രേഷനു വേണ്ടി ഞാൻ ഹിസ് എക്സലൻസി മാർ ബോസ്കോ പുത്തൂരിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പണ്ടെവിടെയോ ഒരു വികാരിച്ചൻ നീണ്ടു പ്രസംഗം പറഞ്ഞു. പ്രസംഗത്തിനിടയ്ക്ക് കപ്പ്യാർ കൊണ്ടുവന്നിട്ട് നോട്ട് കൊടുത്തു, പ്രസംഗം നീണ്ടുപോയി എന്ന്. വികാരിച്ചൻ അത് തുടർന്ന് പ്രസംഗം പറഞ്ഞതിന് ശേഷം അവസാനം ആ നോട്ടെടുത്ത് വായിച്ചു. കപ്പ്യാർ തന്നിരിക്കുന്ന നോട്ട് ഇതാണ്, ഞാൻ പ്രസംഗം നിർത്തണമെന്ന്. അതുപോലെ സംഭവിക്കാതിരിക്കാൻ നോക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാസികളുടെ ആടുജീവിതത്തിലെ സ്വപ്നങ്ങളും നൊമ്പരങ്ങളുമാണ് ഇന്നത്തെ വിഷയം. അത് സംഘടിപ്പിക്കുന്നത് ചിലരൊക്കെ കുറേ മുമ്പ് കരുതിയിരുന്ന ഓലപ്പാമ്പെന്ന് കരുതിയിരുന്ന കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ ഒരു സിംഹഗർജനമായിട്ട് തീരാൻ ഇടവന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കേട്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് നടപ്പാക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നതാണ്. ഇറ്റ്സ് എ കോൾ, അതൊരു വിളിയാണ്. അബ്രാഹത്തെ ദൈവം വിളിച്ചിട്ട് അന്യനാട്ടിലേക്ക് അയച്ചു. നീ എല്ലാ ജനതയ്ക്കും ഒരു അനുഗ്രഹമാകാൻ പറഞ്ഞിട്ട്. മോശയ്ക്ക് ദൈവാനുഭവം ഉണ്ടായത് മരുഭൂമിയിലെ പ്രവാസ ജീവിതകാലത്താണ്. ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിലെ അടിമത്തത്തിൽ ജീവിച്ചപ്പോഴാണ് യഹോവായുടെ വിളി അവർക്ക് ലഭിക്കുന്നത്, യഹോവായി അംഗീകരിക്കാനായിട്ട്. ബാബിലോണിയൻ എക്സൈൽ എന്ന് നമ്മൾ പറയുന്ന ആ അനുഭവത്തിലാണ് അവർ ദൈവത്തെ മറക്കാതിരിക്കണമെന്നുള്ള ആ സങ്കീർത്തനം ഏറ്റുപാടിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ നിരവധി പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് ഈ വിളിയിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതേസമയം തന്നെ ഒരുപാട് വെല്ലുവിളികളും പ്രവാസ ജീവിതം കാഴ്ചവെക്കുന്നുണ്ട്. പ്രവാസ ജീവിതത്തിലെ ഒരുപക്ഷേ ഏറ്റവും പ്രശ്നകരമായ കാര്യം നമുക്ക് നമ്മുടെ അനന്യത, സ്വത്വബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്താണ് സീറോ മലബാർ സഭയുടെ തനിമ എന്ന് പറയുന്നത്? ഒരുപക്ഷെ നമ്മുടെ പ്ലാസിഡ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് തന്നെയായിരിക്കും. സംസ്കാരത്തിലെ ഭാരതീയവും ആരാധനക്രമത്തിലെ പൗരസ്ത്യവും വിശ്വാസത്തിൽ ക്രൈസ്തവുമായിട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പിതാവായ തോമസ് ലീഹ നമുക്ക് നൽകിയിരിക്കുന്ന പൈതൃകം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ തനിമ, അതാണ് നമ്മുടെ സ്വത്വം. അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. പക്ഷേ പ്രവാസ ജീവിതകാലത്ത് നാട്ടിലെ പോലെയല്ല, മാതൃസഭയിലെ പോലെയല്ല, വെല്ലുവിളികൾ വളരെ കൂടുതലുള്ള അവസരത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പറ്റിയുള്ള ബോധ്യങ്ങൾ, അവബോധങ്ങൾ, പേഴ്സണലൈസേഷൻ വളരെ കൂടേണ്ടത് ആവശ്യമാണ്. വെല്ലുവിളിയിലേക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാ തലങ്ങളിലും നമുക്ക് വെല്ലുവിളികളുണ്ട്. കുടുംബത്തിൽ നമുക്ക് വെല്ലുവിളിയുണ്ട്, പൊതു സംസ്കാര ജീവിതത്തിൽ നമുക്ക് വെല്ലുവിളികളുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. ഉദാഹരണമായിട്ട് രാഷ്ട്രത്തിൻ്റെ വെല്ലുവിളി. ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്ത്
കത്തോലിക്ക പുരോഹിതൻ കുമ്പസാരക്കൂട്ടിൽ കേട്ട ചൈൽഡ് അബ്യൂസ് കേസ് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് ജയിലിൽ പോകുന്ന ശിക്ഷയായിട്ട് ഓസ്ട്രേലിയ അംഗീകരിച്ചിരിക്കുകയാണ്. അത്രയും ഗൗരവതരമായിട്ടുള്ള നിയമ നടപടികൾ ഒരുപക്ഷെ നമുക്ക് വലിയ വെല്ലുവിളിയാണ്. കുടുംബത്തിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, LBGT സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളെ വിശ്വാസത്തിലെ ക്രൈസ്തവ ധാർമ്മികതയിൽ വളർത്തുക വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ നമ്മുടെ വെല്ലുവിളി എന്ന് തോന്നുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ യുവജനങ്ങളെ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന യുവജനങ്ങളെ വിശ്വാസത്തിലെ ധാർമ്മികതയിലെ പേഴ്സണലൈസ്ഡായിട്ട് ഇൻറ്റേണലൈസായിട്ട് ആ വിശ്വാസ ജീവിതം അന്യ രാജ്യത്ത് ജീവിക്കാനായിട്ട് അവരെ ശാക്തീകരിക്കേണ്ടത് വലിയ ഒരു വെല്ലുവിളിയാണ്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക കോൺഗ്രസ് SMYയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ആഗോളമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ വഴികാട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നടപ്പാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. ഗൾഫിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഒരു ഭരണ സംവിധാനം, സഭാ സംവിധാനം നിലവിൽ വരണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പിതാക്കന്മാരൊക്കെ റോമിലേക്ക് ഈ അടുത്ത ദിവസം തന്നെ പോവുകയാണ്. ആ സ്വപ്നം മാർപ്പാപ്പയുമായിട്ട് സംസാരത്തിലും അവിടെയുള്ള കാര്യാലയങ്ങളുമായിട്ട് സംസാരത്തിലും ആ സ്വപ്നം യാഥാർത്ഥ്യമാകാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയാവതരണം നടത്തുന്നത് പ്രവാസി അജപാലനത്തിലെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കാൻ കഴിവുള്ള തട്ടിൽ പിതാവാണ്. അതിനൊരു നോബൽ സമ്മാനം ഏർപ്പെടുത്തിയാലും വിരോധമില്ല കത്തോലിക്ക കോൺഗ്രസ്. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് വിദഗ്ധമായിട്ട് അവതരിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു പിതാവേ. ഈ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും യോഗ്യനും ഏറ്റവും ശക്തനുമായ ആൾ ആര് എന്ന ചോദ്യത്തിന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ സംഘാടകർക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ ഹിസ് ഹൈനസ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. പിതാവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ സിറോ മലബാർ സഭയുടെ സിനഡ് നടന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ മുഖശോഭ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നടന്ന സിനഡ് ഇന്ന് ഏറ്റവും കൂടുതൽ മുഖകാന്തിയോടുകൂടെ പുറത്തു വരാൻ ആ സിനഡ് നമ്മളെ സഹായിച്ചു. അത് നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മുട്ടിലെ തഴമ്പും നിങ്ങളുടെ കണ്ണിലെ ടീയേഴ്സും അത് ദൈവം ഏറ്റെടുത്തതാണ് സിനഡിൻ്റെ വിജയം. മെത്രാന്മാരുടെ സിനഡ് കഴിഞ്ഞതിന് ശേഷം സിറോ മലബാർ സഭയുടെ മുഖകാന്തി കൂടുതൽ പ്രശോഭിതമാക്കുന്ന മറ്റൊരു അൽമായ സിനഡാണ് ഈ ഗ്ലോബൽ മീറ്റ് എന്ന് എനിക്ക് പറയാം. ഇതിൻ്റെ വിജയത്തിൽ ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ നന്ദി പറയാൻ ആഗ്രഹമുള്ളത് നമ്മുടെ സഭയുടെ പിതാവും തലവനുമായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിനോടാണ്. എന്നെക്കാളൊക്കെ ഒരുപാട് പ്രായം കൂടിയതാണ് മേജർ ആർച്ച് ബിഷപ്പ്. പക്ഷെ ഇവിടെയുള്ള എല്ലാവരുടെയും പേര് വിളിച്ച് അദ്ദേഹം അവരെ ചേർത്ത് പിടിക്കുന്ന കണ്ടപ്പോൾ ഒരുപക്ഷെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ ശക്തിക്കുള്ള പെട്രോൾ അടിക്കുന്ന ടാങ്ക് മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മൈഗ്രൻസിനെ കുറിച്ച് പറഞ്ഞ ഒരു അല്ലഗറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അല്ലഗറി. മാർപ്പാപ്പ പറഞ്ഞു, ദ ബെസ്റ്റ് പ്ലാന്റ്സ് uprooted from the natural soil and brought to a foreign soil. അതുകൊണ്ട് തന്നെ നാട്ടിലെ കാലാവസ്ഥയോ നാട്ടിലെ അന്തരീക്ഷങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ സർവൈവലിനെ പ്രത്യേക പരിഗണന കൊടുക്കണം. നമുക്കറിയാം, ഒരു ചെടിയിലെ ഏറ്റവും നല്ല പൂക്കൾ ചേർത്ത് വെച്ചതാണ് ഒരു ബൊക്കെ. എനിക്കൊരുപാട് ബൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ബൊക്കെ കൊണ്ടുപോകാറില്ല.
കാരണം ആ ബൊക്കയ്ക്ക് സർവൈവലിൻ്റെ സാധ്യതയില്ല, അതിന് അടിമണ്ണുമില്ല, അതിന് അടിവേരുമില്ല. എല്ലാ മൈഗ്രൻസും അടിമണ്ണ് നഷ്ടപ്പെട്ടവരും അടിവേരില്ലാത്തവരുമാണ്. അതുതന്നെയാണ് അവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. അതുകൊണ്ട് തന്നെ സഭ പ്രത്യേകമായിട്ട് അവരെ ശ്രദ്ധിക്കുകയും അവരെ പരീക്ഷിക്കുകയൊക്കെ ചെയ്യണം. ഞാൻ ഈ പ്രവാസികളുടെ കാര്യത്തിൽ വേണ്ടി ഇന്ത്യയിൽ ചെയ്തപ്പോഴും ബാംഗ്ലൂരിലെ മെത്രാപ്പൊലിത്തയായിരുന്ന ബെർണാഡ് മോറിസ് തിരുമേനി, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തിനാണ് ഞങ്ങളുടെ ആളുകൾ ഇത്ര 1,00,000 കൂടുതൽ ഇവിടെയുണ്ട്, പിതാവ് ഇങ്ങനെ അവരെ ഒരു രൂപത തരാതെ കഷ്ടപ്പെടുന്നു ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മൈഗ്രൻസിനെ കുറിച്ചിട്ട് 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. ദേ ആർ വെൽ ക്വാളിഫൈഡ് ആൻഡ് ദേ ആർ ബെസ്റ്റ് പ്ലേസ്ഡ് ആൻഡ് ദേ ആർ മോസ്റ്റ് പ്രാക്ടീസിങ് ആൻഡ് ദേ ആർ ജനറസ്ലി കോൺട്രിബ്യൂട്ടിങ്. സത്യം പറഞ്ഞാൽ സിറോ മലബാർ സഭ ഈ മൈഗ്രൻസിൻ്റെ പിറകെ നടക്കുന്നതിൻ്റെ പിറകിൽ ഈ 4 കാരണങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലെ സിറോ മലബാർ സഭയിലെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നത്. അവരാണ് ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അവരാണ് കേരളത്തിലെ സിറോ മലബാർ സഭയെക്കാളും നന്നായിട്ട് വിശ്വാസം ജീവിക്കുന്നത്. അവരെപ്പോലെ ആത്മാർത്ഥമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു തലമുറയില്ല. ലത്തീൻ മെത്രാന്മാർ നമ്മുടെ ആളുകളെ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കും അവരുടെ തനിമയിലേക്കും വിട്ടുതരാത്തത് നമ്മളോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമ്മൾ പോയാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ പ്രവാസം ആരംഭിക്കും 1950-കളിലാണ്. ആൻഡ് മോസ്റ്റ്ലി ദ മൈഗ്രേഷൻ ഇൻ 50s വാസ് ഫോർ അഗ്രികൾച്ചർ. ഞാൻ ഈ അടുത്ത അവസരത്തിൽ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയായിരുന്നു. നമുക്കറിയാം, കോഴിക്കോടിന് ശേഷം ബാക്കിയുള്ള പ്രദേശമൊന്നും കേരളത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും ഒരു ഡെവലപ്മെൻ്റ് ഇല്ലാത്തൊരു ഏരിയയാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, തലശ്ശേരി രൂപതയും അതിനനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ടുള്ളതിൻ്റെ പിറകിലെ നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ കുടിയേറിയതാണ്. കേരളത്തിലെ 2 ജില്ലകൾ കുടിയേറ്റം കൊണ്ട്, ക്രൈസ്തവ കുടിയേറ്റം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് വയനാട്, 2 ഇടുക്കി. നമ്മുടെ പ്രവാസികൾ അത്ര മോശക്കാരൊന്നുമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുത്തത് എഴുതി വയ്ക്കാനോ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനോ നമുക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. 960 ആകുമ്പോഴേക്കും നമ്മുടെ അൺസ്കിൽഡ് ലേബറേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറേഴ്സ്, ഫാർമേഴ്സ്, അതിന് പകരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് സെമി സ്കിൽഡ് ആളുകൾ പുറത്തു പോകാൻ തുടങ്ങി. അവരെ പ്രധാനമായിട്ടും പോയത് ഇന്ത്യക്കകത്താണ്. ഞാൻ ജയ്പൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ പറഞ്ഞു, ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഈശോയുടെ പടം വെച്ചത് ജയ്പൂർ രൂപതയോ ഉദയപൂർ രൂപതയോ അജ്മീർ രൂപതയോ ഒന്നുമല്ല. നിങ്ങളുടെ നഴ്സുമാർ അവരുടെ ഡിസ്പെൻസറികളിൽ വെച്ച രൂപമാണ് ആദ്യത്തെ ഈശോ മിശിഹായുടെ രൂപം ഈ ജയ്പൂരുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മൈഗ്രൻസ് നിസ്സാരക്കാരൊന്നുമല്ല. നമ്മൾ 60-ന് ശേഷം 70 ആകുമ്പോഴേക്കും സ്കിൽഡ് ലേബറേഴ്സ്, നഴ്സസ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, വലിയ ഡിഗ്രി ഹോൾഡേഴ്സൊക്കെ പുറത്തേക്ക് കടക്കാൻ തുടങ്ങി. അങ്ങനെ ആ മൈഗ്രേഷൻ കൂടുതൽ പോയത് പ്രധാനമായിട്ടും അമേരിക്ക, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ്. അവിടെയും അവർ വലിയ വിജയം ഉണ്ടാക്കി. ഒരുപക്ഷെ നമ്മുടെ സഭയുടെ വലിയൊരു ഫ്ലോ ഓഫ് മൈഗ്രൻസ് തുടങ്ങിയത് ഗൾഫിലെ ഓയിൽ ബൂം വന്നതിന് ശേഷമാണ്. ഗൾഫിലെ ഓയിൽ ബൂം വന്നതിന് ശേഷം ഇപ്പോഴെ ഗൾഫിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഗൾഫിലെ സിറോ മലബാർ സഭയുടെ 5 ലക്ഷം മക്കളുണ്ടെന്നുള്ളതാണ് സത്യം. 1/2 ലക്ഷമാണ് ബാക്കിയുള്ള സ്ഥലത്ത്, സിംഗപ്പൂര്, ആഫ്രിക്ക അങ്ങനെ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്ക്. 5 ലക്ഷത്തോളം ഇവിടെയുണ്ട്.
നമ്മൾ പലപ്പോഴും സീറോ മലബാർ സഭയെക്കുറിച്ചിട്ട് നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് 35 രൂപതകളാണ് ഉള്ളത്. അതിൽ 31 ഇന്ത്യയിലും 4 ഇന്ത്യക്ക് പുറത്തും. ഇതിൽ കേരളത്തിൽ വെറും 13 രൂപതകളേ ഉള്ളൂ. ബാക്കി 22 രൂപതകൾ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കിയിട്ടുള്ള രൂപതകളാണ്. നമ്പർ വൈസിൽ നമ്മൾ 23 രൂപതകൾ അല്ല 22 രൂപതകൾ. ഷംഷാബാദാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ രൂപത. 23 സംസ്ഥാനങ്ങൾ, 2 യൂണിയൻ ടെറിട്ടറികൾ, 2 ഐലൻഡുകൾ. എനിക്ക് തോന്നുന്നു എന്തോരം വലിയ രൂപതയാണ് ഷംഷാബാദ്. ഒരുപക്ഷേ കേരള സഭയെ ഓൾ ഇന്ത്യ റിയാലിറ്റിയിലേക്ക് ഉയർത്തിയതിൽ നമ്മുടെ മൈഗ്രൻസ് ചെയ്തിട്ടുള്ള ശുശ്രൂഷ വളരെ വലുതാണ്. ഇന്ന് നമ്മൾ ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഇന്ന് ഓൾ ഇന്ത്യ മുഴുവൻ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിൽ അധികാരപരിധിയിലാണ്. മൈഗ്രൻ്റ് കെയറിനും മൈഗ്രൻ്റ് കെയറിനും മിഷൻ കെയറിനുമായിട്ട് മാർപ്പാപ്പ പതിച്ചു തന്നിരിക്കുക. ഈ ഒരു വളർച്ചയിലേക്ക് നമ്മെ എത്തിച്ചത് നമ്മുടെ മൈഗ്രൻസാണ്. അതുപോലെ തന്നെ ഒരു കേരള ചർച്ചിനെ ഇന്ത്യൻ ചർച്ചാക്കിയതും ഇന്ത്യൻ ചർച്ചിനെ ഒരു ഗ്ലോബൽ ചർച്ചാക്കിയതും മൈഗ്രൻസാണ്. നമ്മുടെ 4 വിദേശ രൂപതകൾ, ആദ്യത്തേത് ചിക്കാഗോ, രണ്ടാമത്തേത് ഓസ്ട്രേലിയ, മൂന്നാമത്തേത് പ്രിസ്റ്റൺ, 4മത്തേത് കാനഡ. ഇനിയും നമുക്ക് രൂപതകൾ കിട്ടാനുള്ള സാധ്യത അയർലൻഡ് തുടങ്ങി യൂറോപ്പ് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, സീറോ മലബാർ സഭ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റികൾക്ക് കൊടുക്കുന്ന ശ്രദ്ധ കേരളത്തിൽ കൊടുക്കുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി കൂടുതൽ കൊടുക്കാനുള്ള ശ്രദ്ധ കാണിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മുടെ ആകെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 50 ലക്ഷമാണ്. ഈ 50 ലക്ഷത്തിൽ 13 ലക്ഷം മൈഗ്രൻസാണ്. അതിൽ 5.5 ലക്ഷം ഇന്ത്യക്കകത്തും 7.5 ലക്ഷം ഇന്ത്യക്ക് പുറത്തും. ഈ 13 ലക്ഷം എന്ന് നമ്മൾ പറയുമ്പോൾ ശതമാനക്കണക്ക് വെച്ചിട്ട് 25% കൂടുതൽ സീറോ മലബാർ സഭയുടെ മക്കൾ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയാണ്. അതും വെരി യങ്സ്റ്റേഴ്സ്, എൽഡർലി ആയിട്ടുള്ള ആളുകളൊക്കെയാണ് കേരളത്തിൽ. ചെറുപ്പക്കാർ മുഴുവൻ കേരളത്തിൻ്റെ പുറത്താണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേരള ചർച്ച് എന്നുള്ള ഒരു നിലപാടിൽ നിന്ന് നമ്മൾ കൂടുതൽ മാറണമെന്നുള്ള ഒരു ചിന്ത. ഞാൻ നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭ നേരിടുന്ന പ്രതിസന്ധികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ മക്കൾ 13 ലക്ഷം കേരളത്തിന് പുറത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ഒരു രൂപത ചോദിച്ച് ചെല്ലുമ്പോൾ ആ രൂപത ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ ആളുകളാണ്. ഇപ്പം നിങ്ങൾ ഗൾഫ് തന്നെ എടുത്തോ, ഗൾഫിൽ എത്ര ആളുകൾ നമ്മുടെ സഭയെക്കുറിച്ച് കൃത്യമായിട്ട് അവബോധമുള്ളവരുണ്ട്, അവരാണ് എതിർക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ത്യയിൽ മുഴുവൻ അധികാരം കിട്ടിയിട്ട് നമ്മുടെ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റികളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ നാട്ടിൽ സീറോ മലബാർ, ഇവിടെ ലത്തീൻ. ഇവിടെ എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ഈ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ മാർപ്പാപ്പ നടത്തിയൊരു പ്രസംഗത്തിൽ വളരെ മനോഹരമായിട്ട് ഒരു സാധർമ്മ്യം പറഞ്ഞു. 365 ദിവസം കലണ്ടറിൽ ഉണ്ടായിട്ട് പത്രോസിനും പൗലോസിനും തിരുനാൾ ആഘോഷിക്കാൻ 2 ദിവസം കൊടുക്കാൻ സഭയുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ടല്ല ജൂൺ 29 പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളുകൾ ഒന്നിച്ചാഘോഷിക്കുന്നത്. പത്രോസ് കർത്താവിനെ നേരിട്ട് കണ്ടവനും തൊട്ടവനുമാണ്. പക്ഷെ കർത്താവിനെ ഒരിക്കലും കാണാൻ ഭാഗ്യം കിട്ടാത്ത ഒരാളാണ് പൗലോസ്. പൗലോസ് കർത്താവിനെ കണ്ടത് കർത്താവിൻ്റെ സഭയിലാണ്. കർത്താവിൻ്റെ സഭയാണ് പൗലോസ് കർത്താവായിട്ട് കണ്ടത്. നമ്മുടെ ഇടയിൽ ഒരു പുതിയ ദൈവശാസ്ത്രം, നമ്മുടെ വിവാദങ്ങളുടെ ഒക്കെ പിറകിലൊരു ദൈവശാസ്ത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് ഈശോയോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈശോയുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ സൗകര്യം, ലത്തിമ്പള്ളി പോയി വളരെ എളുപ്പത്തിൽ കുർബാന തീരും, അവിടെ അധികം സമയം എടുക്കില്ല.
പിന്നെ അവിടുത്തെ അച്ഛന്മാർ വേറെ കാര്യത്തിലൊന്നും ഇടപെടില്ല. നമ്മുടെ അച്ഛന്മാരാണെങ്കിൽ വിട്ടുപോകില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും. അവിടെയാണെങ്കിൽ ഒരു കൈ ഷെയ്ക്കൻ്റെ കൊടുത്ത കേസ് കഴിഞ്ഞ് ആനവാദക്ക് നിന്ന് ഷെയ്ക്കൻ്റെ കൊടുത്ത എല്ലാ പ്രശ്നവും തീർന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ സഭയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ജനത്തിൻ്റെ അജ്ഞത ഒരുപക്ഷെ നമ്മുടെ സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം ഞാനിവിടെ കുവൈറ്റിലെ സഹോദരൻ്റെ സമയം കിട്ടിയില്ല. അദ്ദേഹം വികാരനിർഭരമായിട്ട് പറയാൻ ആഗ്രഹിച്ചു. അടിച്ചു പുറത്താക്കിയ ഒരു സാഹചര്യം വന്നപ്പോഴാണ് SMCയെ പോലൊരു സംഘടന ഉണ്ടാക്കാൻ അവർ സാധിച്ചത്. ഖത്തറിലെ നമ്മുടെ ആളുകൾ അവരൊക്കെ നേരിട്ട പ്രതിസന്ധികളുടെ നടുവിൽ ഒരുപക്ഷെ നമുക്ക് പ്രതിസന്ധികളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇല്ല. അതുകൊണ്ട് ലത്തീനായാലും കുഴപ്പമില്ല, മലങ്കരി ആയാലും കുഴപ്പമില്ല, സിറോ മലബാറായാലും കുഴപ്പമില്ല, കുർബാന കണ്ടാൽ മതി, ബാക്കിയൊന്നും വേണ്ട. മാർപ്പാപ്പ നേരത്തെ പറഞ്ഞ പോലെ അടിമണ്ണില്ലാത്ത സഭ, അടിവേരുകൾക്ക് വെള്ളമൊഴിക്കാത്ത സഭ. ഞാൻ കാണുന്ന ഒരു രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ഞാൻ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, രണ്ടാമത്തെ ഒരു വലിയൊരു പ്രതിസന്ധി ഞാൻ കാണുന്നത്, നമ്മുടെ സഭയെ ലോകത്തിലെല്ലായിടത്തും വിശേഷിപ്പിക്കുന്ന സിറോ മലബാർ ചർച്ച എന്നല്ല. നിങ്ങളിവിടെ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡിൽ മലയാളം കുർബാന ഇട്ടിരിക്കുന്നത്. നിങ്ങൾ മലങ്കരക്കാർക്ക് അങ്ങനെ ഇട്ടാൽ അവർ സമ്മതിക്കില്ല, അവർ ആ നോട്ടീസ് കീറിക്കളി. അവർ നമ്മൾ മലയാളം കുർബാനയല്ല. ഞാൻ സിംഗപ്പൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആർച്ച് ബിഷപ്പ് എന്നോട് പറഞ്ഞു, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, വി ഹാവ് എ മലയാളം അപ്പോസ്റ്റലേറ്റ്. ഞാൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, യു കനോട്ട് റെഡ്യൂസ് അവർ ഐഡൻറ്റിറ്റി ഇൻ ടു എ ലാംഗ്വേജ്. ഇത് നമുക്ക് നല്ല തിരിച്ചറിവുണ്ടാവണം. നമ്മൾ മലയാളികളാണ്, പക്ഷെ മലയാളം മാത്രം പറയുന്നവരാണെന്നുള്ളൊരു ധാരണ നമ്മൾ എവിടെയോ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വിടണം. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ മലയാളം പറയാത്ത ഒരു തലമുറയുണ്ടെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത്. അതുകൊണ്ട് നമ്മളുടെ എൽഡർലി ജനറേഷൻ, അവരെ സംബന്ധിച്ചിടത്തോളം സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ മലയാളം കുർബാനയും മലയാളം ധൂപക്കുറ്റിയും മലയാളം പെരുന്നാളും ഓണവും ഒക്കെ ആയിട്ട് അങ്ങ് നടക്കുന്നതാണ്. ഞാൻ ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ കണ്ടു, കുർബാനയ്ക്ക് ഒറ്റ ചെറുപ്പക്കാർ വന്നിട്ടില്ല. ഈ കാരണന്മാർ ചാക്കോ സാറിനെ പോലും അതിനേക്കാൾ കൂടുതൽ പ്രായമുള്ളവരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. കുർബാന കഴിഞ്ഞിട്ട് ഊണ് കഴിക്കുന്ന സമയത്ത് മുടി വളർത്തിയവർ, കാതിപ്പ് വിട്ടിട്ടുള്ളവർ, മുടി കെട്ടി റിബൺ വെച്ചവർ, അങ്ങനെ ഒരു ടീം. എനിക്ക് സങ്കടം തോന്നി, കർത്താവ്, നമ്മുടെ കാരണന്മാരുണ്ടാക്കിയ ചോറ് ഈ ചെറുപ്പക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നും വന്ന്. ഞാൻ ചോദിച്ചാടാ മക്കളെ, അപ്പോൾ അവർ പറഞ്ഞു, അപ്പ അമ്മ മലയാളി, വി ആർ നോട്ട് മലയാളീസ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ പോകുന്നുണ്ട്. ദേ ആർ നൈദർ മലയാളീസ് നോർ ഗുജറാത്തീസ്. ദേ ആർ നൈദർ ഇൻ ദ ഗൾഫ് മലയാളീസ് നോർ ഗൾഫ് പീപ്പിൾ. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതുകൊണ്ട് മലയാളം കുർബാനയായിട്ട് ഇത് ഒതുക്കുന്ന പരിപാടി ഇതൊരിക്കലും നമുക്ക് സ്വീകാര്യമല്ല. മലയാളികളുടെ കുർബാനയല്ല. ഇത് നമ്മുടെ ഇടയിലും ഒരു അപകടമുണ്ട്. ഞാൻ അതും കൂടെ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ഹൈദരാബാദിലാണ്, നിങ്ങൾക്കറിയാം. തൊട്ടടുത്താണ് ഒരു ആദിലാബാദ് രൂപത അവിടെയുണ്ട്. ഒരു 500ഓളം ആദിലാബാദിലെ തെലുങ്ക് പീപ്പിള് നമ്മുടെ അതിർത്തിയിലുണ്ട്. അപ്പം ഞാൻ അവിടെയും മെത്രാനിച്ചനാണ്. അതുകൊണ്ട് സെക്കന്ദരാബാദിൽ ഞാനൊരു തെലുങ്ക് കുർബാന ചൊല്ലിയപ്പോൾ നമ്മുടെ കാരണവന്മാരും നമ്മുടെ പള്ളി കമ്മിറ്റി, നമ്മുടെ കൈക്കാരന്മാർ പറഞ്ഞു, പിതാവ് ആവശ്യമില്ലാതെ ഇവിടെ കുഴപ്പമുണ്ടാക്കരുതിട്ടാ, അവനൊന്നും മലയാളിയല്ല, അവനൊന്നും സീറോ മലബാറല്ല. മലയാളി മാത്രമേ സീറോ മലബാർ ഉള്ളൂ എന്നുള്ള ധാരണ നിങ്ങൾ എൽഡർലി ജനറേഷൻ മാറ്റണം. നമ്മുടെ സിനഡിൻ്റെ അകത്ത് തക്കല രൂപതയെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു തമിഴ് ബിഷപ്പാണ്, രാജേന്ദ്രൻ, ജോർജ് രാജേന്ദ്രൻ. നാളെ ആദിലാബാദിലെ മെത്രാനച്ചനും ഒരു തെലുങ്കനാകാം. അതുകൊണ്ട് നിങ്ങൾ കാർന്നവന്മാർ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുണ്ട്, മലയാളം കുർബാനയും മലയാളം ബഹളമാണ് സീറോ മലബാർ സഭ എന്നുള്ള ധാരണ നമ്മളിവിടെ കൊടുക്കരുത്. ഇത് തെറ്റാണ്. ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നമല്ല ഇത്. ഞാൻ പലപ്പോഴും തിയോളജിക്കൽ ഡിസ്കഷനൊക്കെ ചെല്ലുമ്പോൾ, നോ ബിഷപ്പ്, വി പ്രൊവൈഡ് മലയാളി പ്രീസ്
വി പ്രൊവൈഡ് മലയാളം കുർബാന. ഞാൻ പറയാറുണ്ട്, മലയാളി പ്രീസ് ആൻഡ് മലയാളം കുർബാന ഇസ് നോട്ട് ദ സിറോ മലബാർ ചർച്ച്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇവിടെ എനിക്ക് മറ്റൊരു പ്രതിസന്ധി പറയാൻ ആഗ്രഹമുള്ളത്, നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന സിറോ മലബാർ സിനഡ്, ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് പോയിട്ട് അത് നാളായിട്ടില്ല, ഞാനിപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അതിൻ്റെ അജണ്ടയിൽ 99.4% കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ എവിടെയാണ് ചർച്ച ചെയ്യുന്നത്? അവർക്ക് വേണ്ടി എന്താണ് സിനഡിൽ നമുക്കൊരു സ്പേസ് കൊടുക്കുന്നത്, ടൈം കൊടുക്കുന്നത്? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതുകൊണ്ട് ഈ അജണ്ടയിൽ, കേരള സിറോ മലബാർ സഭയുടെ അജണ്ടയിൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രവാസികളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്നതൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന അച്ഛന്മാരാണ്. പാലാ അച്ഛന്മാർ, ചങ്ങനാശ്ശേരി അച്ഛന്മാർ, തൃശ്ശൂർ അച്ഛന്മാർ, ഇവരൊക്കെ നല്ല അച്ഛന്മാരാണ്. അവിടെ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള അച്ഛന്മാരെയാണ് നമുക്ക് തരുന്നത്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത, കേരളത്തിലെ കാർന്നോന്മാർക്ക് വേണ്ടി കുർബാന ചൊല്ലി പഠിച്ചിട്ടുള്ള ഇവർക്ക് ഇവിടുത്തെ യുവാക്കളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഈവൻ ഫോർ കാറ്റഗിസം, ഫോർ യൂത്ത് മോട്ടിവേഷൻ, യൂത്ത് ആനിമേഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, പ്രവാസികളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന വൈദികർക്ക് യങ്ങർ ജനറേഷനെ കൈകാര്യം ചെയ്യാനുള്ള നല്ല വൈദഗ്ധ്യവും വിൽപ്പുത്തിയും നമ്മൾ കൊടുത്തേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ട്. ഞാൻ ഈ ജോലി ചെയ്യുന്ന അച്ഛന്മാരെ ഒന്നും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. വേറെ ഒരു വലിയൊരു പ്രതിസന്ധി എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ 10-25 കൊല്ലമായിട്ടുള്ളൊരു സിറോ മലബാർ സഭയായിട്ട്, അതിക്ക് മുൻപ് നമ്മൾ 13 രൂപതകൾ. പക്ഷേ ഈ മൈഗ്രൻസിൻ്റെ ഇടയിൽ ഒരു വലിയ അപകടം ഉണ്ടാകുന്ന ഒരു സംഗതി എനിക്ക് തോന്നിയതാണ്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പള്ളിയിൽ അച്ഛന്മാർ ഇവരെ സന്ദർശിക്കാൻ വരും. ആൻഡ്രൂസ് പിതാവ് വന്ന് തൃശ്ശൂർക്കാരെ വിളിച്ചു കൂട്ടി, പോളി പിതാവ് വന്നു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടക്കാരെ വിളിച്ചു കൂട്ടി, റമേജീസ് പിതാവ് വന്നാൽ താമര കുട്ടികൾ മുഴുവൻ വിളിച്ചു കൂട്ടി. ഇത് വലിയൊരു അപകടം നമ്മുടെ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വി നെവർ ബിക്കം part of the church and the whole of the church, rather we become part of a diocese. ഇത് നമ്മുടെ പള്ളികളിൽ അച്ഛന്മാരുമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ പള്ളികളിലെ അച്ഛന്മാർ അവിടെ പള്ളി പണിയുന്നതിന് തൊപ്പിയും മൊന്തിയായിട്ട് ഇവിടെ വരിക. അതിനെ പറ്റിയൊരു കൺവീനറേയും കണ്ടുപിടിക്കും. അയാൾ കൊണ്ടു നടന്ന് വട്ടം കറങ്ങി ഇങ്ങനെ. ഞാനിത് പിരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ കുറ്റത്തിൽ കുമ്പസാരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെക്കുറിച്ചിട്ട് റോമിൽ കൊടുക്കുന്ന പരാതികൾ, ഒരു പരാതി, ദേ ഡിമാൻഡ് പാസ്റ്ററൽ കെയർ ഓവർ ദ പീപ്പിൾ ഫോർ ദ സേക്ക് ഓഫ് ക്യാഷ് ആൻഡ് കറൻസി. നമുക്കിത് മാറ്റണം. നമ്മുടെ ആളുകളുടെ പണത്തേക്കാൾ കൂടുതൽ നമ്മുടെ ആളുകളുടെ സ്വത്തം, ബോസ്കോ പിതാവ് പറഞ്ഞ ഈ സ്വത്തം. അതുകൊണ്ട് തന്നെ രൂപതയിലെ മെത്രാന്മാരോടൊക്കെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ദൈവത്തെ ഓർത്ത് ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാവരെയും കാണുക. അല്ലാതെ നിങ്ങളുടെ ആളുകളെ മാത്രം വിളിച്ചു കൂട്ടുന്ന ഒരു സംവിധാനം തീർത്തും നമ്മൾ ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ രൂപത ഗൾഫിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ചങ്ങനാശ്ശേരി അങ്ങനെയൊക്കെ ആയിട്ട് അവസാനിക്കുമെന്നാണ് എനിക്ക് പറയാൻ. എനിക്ക് കൈ നിർത്തിയിട്ട് അടയാളമൊക്കെ കാണിച്ചു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന അച്ഛന്മാരോടൊക്കെ ഞാൻ പറയാം, ഞാനിപ്പം മൈഗ്രേറ്റ് അച്ഛൻ തൃശ്ശൂർക്കാരനാണെങ്കിൽ തൃശ്ശൂർ ശൈലി കുർബാനയില്ല, അച്ഛൻ എറണാകുളത്ത് നിന്നാണെങ്കിൽ എറണാകുളം ശൈലി കുർബാനയില്ല, അച്ഛൻ ഇടുക്കിയിൽ നിന്നാണെങ്കിൽ ഇടുക്കി ഇല്ല. മേജർ ആർച്ച് ബിഷപ്പ് സിനഡും തീരുമാനിച്ച ആ തീരുമാനത്തിന് അപ്പുറത്തുള്ള ഒരു കുർബാനയും ഇവിടെ അനുവദിക്കാൻ പാടില്ല. അത്തരത്തിലൊരു നിലപാടെടുക്കാൻ നമുക്ക്, അത് കപ്പുച്ചങ്കരായാലും കൊള്ളാം, അത് കർമ്മലിത്തക്കാരായാലും കൊള്ളാം, അത് ജെസ്യൂട്ട്സ് ആയാലും കൊള്ളാം. നമ്മുടെ സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരാണ് അജപാലകന്മാർ. അജപാലകന്മാർ അവർ ദൗത്യം നിർവഹിക്കണം. അതുകൊണ്ട് എറണാകുളത്ത് ഒരു അച്ഛൻ വന്നാൽ ആൾക്കാരെ തിരിച്ചിട്ടു, ചങ്ങനാശ്ശേരി ഒരു അച്ഛൻ വന്നാൽ ഇങ്ങോട്ട് തിരിച്ചിട്ടു. ആ സിസ്റ്റം എനിക്ക് തോന്നുന്നത് നമ്മുടെ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടെന്ന് എനിക്ക്. ഈ മൈഗ്രൻ്റ് കെയർ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ആളുകൾക്ക് അജപാലന ശുശ്രൂഷ കൊടുക്കും. മാർപ്പാപ്പ മൈഗ്രൻസിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൈഗ്രൻസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, rather migrants shall be a means to missions.
നമ്മുടെ മൈഗ്രൻസ് കുടിയേറിയിരിക്കുന്നത് നമ്മുടെ സഭയുടെ സുവിശേഷവൽക്കരണത്തിന് കരം തരാനാ. യു നോ ദ ലാൻഡ്, യു നോ ദ ലാംഗ്വേജ്, യു നോ ദ ഹോൾ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കാശുണ്ടാക്കാനും കാശ് നാട്ടിലേക്ക് അയക്കാനും മാത്രമല്ല, നിങ്ങൾ വന്നിരിക്കുന്നത് സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, ഞാൻ നിർത്തുക. ഒരു അനുഭവം പറയാം. ഞാനൊരിക്കൽ ഡേ എക്സ്പ്രസ്സിന് ബാംഗ്ലൂർക്ക് പോകുന്ന സമയത്ത് കോയമ്പത്തൂർ എത്തിയപ്പോൾ ഒരു TTR കയറി. ആ TTR കയറിയിട്ട് എല്ലാവർക്കും ബിറ്റ് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തതാണ്, എൻ്റെ സീറ്റ് അൺഷുവേർഡാണ്. ഞാൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ ടിക്കറ്റ് ഈ കടലാസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പുതിയ ടാക്സ് എങ്ങാനും വന്നിട്ട് അത് കളക്ട് ചെയ്യാൻ വന്നതാവുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് 3 വാചകമുള്ളൂ. ജീസസ് ക്രൈസ്റ്റ് ലവ്സ് യു, ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ഓൺലി സേവ് യു, ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേവ്ഡ്. ഞാൻ പറഞ്ഞു ഇവന് ഭ്രാന്ത, വെറുതെ അല്ല നമ്മുടെ നാട്ടിൽ RSSും VHP ഒക്കെ നമുക്ക് ഇതൊരു കുഴപ്പമുണ്ടാക്കുന്നത്. ഇവൻ ആ ജോലി ചെയ്ത് പോയാൽ പോരെ. ഞാനൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വന്നിട്ട് എന്നോട് ചോദിച്ചു, ഫാദർ മേ ഐ സിറ്റ് ഹിയർ? ഞാൻ പറഞ്ഞു യെസ്, സീറ്റ് ഈസ് ഫ്രീ. ഐ ആം സോളമൻ. ഞാൻ പറയും താൻ എന്താ ചെയ്യുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, ഓൾ ഇന്ത്യ റെയിൽവേ ഹാസ് അപ്പോയിൻറ്റഡ് മീൻ സേലം ഡിവിഷൻ ടു കൺട്രോൾ ദ ടിക്കറ്റ്സ് ഓഫ് ഓൾ ദ പാസഞ്ചേഴ്സ്. ഞാൻ പറഞ്ഞപ്പോൾ അത് ചെയ്താൽ പോരെ. But Almighty God has appointed me to give tickets to all the passengers to heaven. കത്തോലിക്ക, സീറോ മലബാർ കത്തോലിക്കരായിട്ടുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. തോമസ് ലീഹ വന്നത്, നമ്മുടെ നാട്ടിൽ വന്നത് നമ്മുടെ കാരണവന്മാരെ അന്വേഷിച്ചിട്ടല്ല. തോമസ് ലീഹ ഭാരതത്തിലേക്ക് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ജൂവിഷ് മൈഗ്രൻസ് ആയിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നു തോമസ് ലീഹ പ്രസംഗം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തെന്ന്? തോമസ് ലീഹയുടെ പ്രസംഗം തർജ്ജമ ചെയ്തത് ഇവിടുത്തെ ജൂവിഷ് മൈഗ്രൻസ് ആയിരുന്നു. ഈ ദൗത്യമാണ് മൈഗ്രൻസിന് ഈ മൈഗ്രേറ്റഡ് ലാൻഡിൽ ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും എവാഞ്ചലൈസേഷൻ ത്രസ്റ്റിലേക്ക്. നമുക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ തന്നപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബ്രിങ് യുവർ കൺട്രി ക്ലോസ് ടു ദ ഹാർട്ട് ഓഫ് ജീസസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുവിശേഷവൽക്കരണത്തിൽ നിങ്ങൾക്ക് വലിയ ദൗത്യം നിർവഹിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, മേജർ ആർച്ച് ബിഷപ്പ് ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത സ്ഥലങ്ങളിലെ നമ്മൾ സുവിശേഷ വേലയ്ക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞാൻ ഒറീസയിൽ ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒറീസയിൽ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ താലിയും മന്ത്രകോടിയും അവൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭ സുവിശേഷവൽക്കരണത്തിലും മിഷൻ പ്രവർത്തനത്തിലേക്കും ഇറങ്ങുമ്പോൾ അവർ ഐഡൻറ്റിറ്റി ഷുഡ് ബി പ്രിസർവ്ഡ് വിത്തൗട്ട് എനി കോംപ്രമൈസ്. But the local language, the local culture, the local ethnicity, അതൊക്കെ നമ്മൾ എടുത്തേ മതിയാകൂ. അല്ലാതെ ഞങ്ങൾ മന്ത്രകോടിയും താലിമ കുരിശുമായിട്ട് വന്നിട്ടുണ്ട്, അത് തന്നാൽ ഞങ്ങൾ കെട്ടിക്കോളാൻ പറയുന്നത് ശരിയല്ല. അവൻ്റെ ആചാരമര്യാദകൾ. അതുകൊണ്ട് ആ ഒരു സ്പേസ് നമ്മുടെ പ്രവാസികളുടെ മൈഗ്രൻ്റ് കെയറിലും ഇവാഞ്ചലൈസേഷനിലും ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും പറയാനൊക്കെ ഉണ്ട്. പക്ഷെ മണി അടിച്ചിട്ട് ഞാൻ മര്യാദകേട് കാണിക്കും. ഞാൻ വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് കപ്പ്യാർ ഒരടിച്ചാൽ ഞാൻ സമ്മതിക്കും. അപ്പോൾ അതുകൊണ്ട് ഐ സ്റ്റോപ്പ്. ബട്ട് ഐ വിൽ ഹാവ് ദീസ് കോൺട്രിബ്യൂട്ടേഴ്സ് വിൽ മേക്ക് അതർ സബ്ജക്ട്സ്. ഈ ഗൾഫിലെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരമാവധി പരിശ്രമിക്കാം. ത്രൂ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി ഈസ് നോട്ട് എ ബാഡ് ക്വാളിറ്റി. By diplomatic relations also we can do a lot. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ മെത്രാന്മാർ അരനൂറ്റാണ്ടിൽ കൂടുതൽ നമ്മുടെ എൻട്രി തടയാൻ പരിശ്രമിച്ചു. പക്ഷെ അവർക്ക് തടയാൻ കഴിഞ്ഞില്ല. ബിക്കോസ് വി റിക്വസ്റ്റ് the care for our migrants for two things: to keep them in their identity and through them to make evangelization. കർത്താവിൻ്റെ കൽപ്പന തടസ്സപ്പെടുത്താൻ ഒരാൾക്കും ഒരു കാരണങ്ങൾക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്,
ഞങ്ങൾ ഇത്തവണത്തെ പോക്കിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശയൊന്നും വേണ്ട. മാർപ്പാപ്പയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സഭയാണ് നമ്മുടേത്. നമ്മുടെ കാരണവന്മാർ മാർപ്പാപ്പയെ അനുസരിക്കാതിരുന്നുവെങ്കിൽ യാക്കോബായക്കാരുടെ ഭാഗമായിട്ട് നമ്മൾ തീർന്നേനെ. എത്രയൊക്കെ ത്യാഗം വന്നാലും നമ്മൾ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ മാർപ്പാപ്പ നീതിയോടും സത്യത്തോടും കൂടെ പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് ഗൾഫിലെ നമ്മുടെ സംവിധാനങ്ങളെ എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് യാതൊരു കൺസൾട്ടേഷൻ ഇല്ലാതെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ സഭയോടോ നമ്മുടെ പിതാക്കന്മാരോ ഒരു കൺസൾട്ടേഷനും ഇല്ലാതെയാണ് അജപാലന ശുശ്രൂഷ നടത്തുന്നത്. അത് ഏകപക്ഷീയമായിട്ടുള്ളൊരു അജപാലന ശുശ്രൂഷയാണ്. ഈ കാര്യത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് മാർപ്പാപ്പ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും. മാർപ്പാപ്പ നിർദ്ദേശിക്കുമ്പോൾ നിങ്ങളിൽ കുറേ പേര് ഞങ്ങൾ വരാൻ പാടില്ലെന്ന് പറയരുതെന്ന് മാത്രമേ എനിക്കതിനോട് പറയാനുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പിതാവേ. ഒരു പരിധിവരെ പറയാനുള്ള ചലഞ്ചസ് എല്ലാം തന്നെ പിതാവിൻ്റെ കയ്യിൽ നിന്നും വന്നു. ഈ നമ്മളുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങൾ വരെ പിതാവിൻ്റെ സംസാരത്തിൽ നിന്നും നമുക്കുണ്ടായ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഫസ്റ്റ് കോൺട്രിബ്യൂട്ടറി സ്പീക്കറായിട്ട് ഞാൻ അഡ്വക്കേറ്റ് PT ചാക്കോ സാറിനെ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. നേരത്തെ തന്നെ സമയത്തിൻ്റെ സിഗ്നൽ തന്നു കഴിഞ്ഞു. നിങ്ങൾ ലോകമെങ്ങും എനിക്ക് സാക്ഷികളാകുവിൻ എന്ന ദൈവവിളിയാണ് പ്രവാസികൾ പൂർത്തീകരിക്കുന്നത്. ഞാൻ മലയാളത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. എന്നു ചോദിച്ചാൽ ബ്രേക്ക് ചവിട്ടാൻ മറന്നുപോകും. അതുകൊണ്ട് I will just explain the points only. Migrants are specially called for witnessing the love of God, which was inherited from our father in faith, St. Thomas. They are replanted in different parts of the world, for the said purpose as per the plan of God. Therefore, they need proper care not only in spiritual life but also in their social and economic state of affairs by the Mother Church to establish, grow and convey their faith to the next generation. Challenges. Absence of proper pastoral care in their own tradition and patrimony will lead them away from Mother Church. Many migrant areas, they lack the required spiritual care in their own tradition and patrimony. Higher-ups in the hierarchy must give more attention to the migrants, considering their call to witness. The migrants must be treated at par with the counterparts in Kerala. Rather, special care is required considering their special call. Delay in extending proper pastoral care in their own tradition and patrimony is leading the young migrants away from Mother Church. Many are migrating to Latin churches for convenience and other personal and social reasons. Even some give up faith. Thereby, Mother Church is losing her beloved sons and daughters, and the hierarchy in the church is in no way can disown the responsibilities. Catholic Congress must also study the alarming situation prevailing in the migrant communities and must assist the Syro-Malabar hierarchy to address the issues migrants wherever possible way. Catholic Congress also must make programs to strengthen them to establish in the migrated areas socially and if needed financially, and also assist them while some are returning to resettle and also rehabilitate them in need. Political and communal situation in North India are not friendly for migrants and also for evangelization programs of the church as a whole. Catholic Congress must debate on such issues and come forward to assist Mother Church whatever way possible. It is being an official lay association of the church to fulfill her mission. Now we have jurisdiction throughout India, and therefore without the collaboration of lay people, Mother Church cannot or will not be able to carry out her mission.
Therefore, Catholic Congress must also give priority to the mission activities of Mother Church along with other programs. Let us go together towards tomorrow in faith. Thank you. താങ്ക് യു ചാക്കോ സാർ. അടുത്ത കോൺട്രിബ്യൂട്ടറി സ്പീക്കർ ഞാൻ തന്നെയാണ്. സോ എൻ്റെ പേര് വിപിൻ വർഗീസ്. എൻ്റെ അപ്പൻ്റെ പേര് ജോസഫ്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു സാമ്യമുണ്ട്. രണ്ടും പ്രവാസികളാണ്. ഒരാൾ പാലായിൽ നിന്നും മലബാറിലോട്ടും ഒരാൾ മലബാറിൽ നിന്നും ഗൾഫിലേക്കും. രണ്ടുപേർക്കും കൈമുതലായി ഉണ്ടായിരുന്നത് ഒന്നാണ്: അധ്വാനിക്കാനും വെല്ലുവിളിയെ നേരിടാനുള്ള ചങ്കുറപ്പും, രണ്ട് അടിയുറച്ച ദൈവവിശ്വാസവും. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ പ്രവാസിക്കും ഇതൊരു കോമൺ ഫാക്ടറാണ്. പ്രവാസ ജീവിതത്തിൽ ഓരോ വ്യക്തിയും പറിച്ചു നടപ്പെടുന്നത് കേവലം ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല, സാമൂഹികമായും സാമ്പത്തികമായും ആധ്യാത്മികമായും കൂടിയാണ്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് പിതാവ് 5 ലക്ഷത്തിൻ്റെ മുകളിൽ പറഞ്ഞാലും ഇപ്പോഴും വെബ്സൈറ്റിൽ 4,15,000 പേരാണെന്നാണ് കാണിക്കുന്നത്. ഈ കണക്കുകളൊന്ന് പുനഃപരിശോധിക്കണമെന്ന് ഞാൻ എൻ്റെ നോട്ടിൽ എഴുതി വെക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. UAE മാത്രം 1,15,000 പേരുണ്ടെന്നാണ് വെബ്സൈറ്റ് പറയുന്നത്. വരും തലമുറയ്ക്ക് സഭയുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കാതെ മാതാപിതാക്കന്മാർ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥ വളരെ സങ്കടകരമാണ്. ഞാനിത് പറയുന്നത് ദുബായിൽ 1200 കുട്ടികൾ, ഞാൻ UAE കാര്യമാണ് പറയുന്നത്, 1200 കുട്ടികൾ വേദപാഠം പഠിക്കുന്നു. ഷാർജയിൽ 1800, ഫുജേറയിൽ 200, ജബലലിയിൽ 300, അങ്ങനെ 3500 കുട്ടികൾ UAE വേദപാഠം പഠിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് 10,000 കുട്ടികളെങ്കിലും ഈ UAE ഉള്ളപ്പോൾ 3500 കുട്ടികൾ മാത്രം സീറോ മലബാർ സഭയുടെ വേദപാഠം പഠിക്കുമ്പോൾ സഭയെ അറിയാതെ, സഭയെ വ്യക്തിപരമായി ബന്ധമില്ലാതെ കഴിഞ്ഞ 40 വർഷങ്ങളായി സഭയിൽ നിന്ന് അകന്നുപോയ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഇനിയും അപകടകരമാം വിധം വലുതായിക്കൊണ്ടിരിക്കുന്നു. അവരിൽ ചിലർ ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും അകന്ന് ജീവിച്ചാൽ, അല്ലെങ്കിൽ പെന്തക്കോസ്തൽ പോലെയുള്ള സഭകളിലേക്ക് പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം സഭയ്ക്കും അധികാരികൾക്കും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഒരു നിർദ്ദേശത്തിൽ ഞാൻ പറയുകയാണ്, ഗൾഫിലോ അല്ലെ മറ്റെവിടെയെങ്കിലും നമ്മൾക്കൊരു ഇടവകയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ ഉണ്ടെങ്കിൽ അവിടെ ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മളുടെ വേദപാഠമാണ്. അപ്പം അതിനുവേണ്ടി കാത്തലിക് കോൺഗ്രസും സഭയുടെ നേതൃത്വവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ ഓരോ പ്രവാസിയും അവൻ്റെ കുടുംബത്തെ സഹായിച്ചതോടൊപ്പം സമൂഹത്തെയും സഭയെയും സഹായിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. ഒരു തിരിച്ചുപോക്ക് എന്ന് പ്രവാസി ഉദ്ദേശിക്കുന്നത് അവനൊന്നല്ലെങ്കിൽ റിട്ടയർ ആകുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ജോലിയിൽ അല്ലെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ തീരുമാനത്തിൽ, ഈ കാരണങ്ങളാലൊക്കെയാണ്. ഇന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രവാസിയും തങ്ങളെ കാത്തിരിക്കുന്നത് അത്ര നല്ല സാഹചര്യങ്ങളല്ല എന്ന ഉറപ്പുള്ളവരാണ്. മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള സംഘടിതമായ ആക്രമങ്ങൾ, ജോലി മേഖലയിലെ പ്രതിസന്ധികൾ, ബിസിനസ് മേഖലയിലെ പ്രശ്നങ്ങൾ, ചതികൾ, ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും സന്തോഷത്തോടെ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ഓരോ പ്രവാസിയും കടന്നു പോകുന്നത്. കാത്തലിക് കോൺഗ്രസിനോടുള്ള എൻ്റെ ഒരു ആവശ്യം ഇതാണ്: മടങ്ങി വരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുവാനുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനായിട്ട് സഭയോട് ചേർന്ന് നിന്ന് കാത്തലിക് കോൺഗ്രസ് റൂട്ട് ലെവൽ പദ്ധതികൾ നടപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഗൾഫ് മേഖലയിലേക്ക് സിനഡിൽ ഒരു ബിഷപ്പിനെ വേണമെന്നായിരുന്നു, ഞാനത് കട്ട് ചെയ്തു. ഇത്രയും നമുക്ക് വേണ്ടി വാദിക്കുന്ന, അല്ലെ നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മുടെ വികാരങ്ങളെ ഇത്രയും അധികം ഹൃദയത്തിലോട്ട് എടുത്തിരിക്കുന്ന ഒരാളുള്ളപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ആ ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി. അതുപോലെ വിവിധ രാജ്യങ്ങളിൽ പരന്നു നിൽക്കുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ ബിസിനസ് മേഖലയിൽ
സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുവാനായിട്ട് ഞാൻ കാത്തലിക് കോൺഗ്രസിനോട് നിർദ്ദേശിക്കുന്നു. ഒരുപാട് പേര് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ, പല മേഖലകളിൽ. അവർക്കൊരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം, അത് അവരുടെ ബിസിനസ്സുകളെ സഹായിക്കുകയും നമ്മളുടെ സഭാമക്കളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ ഓരോ SMC അല്ലെങ്കിൽ കാത്തലിക് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയും അതാത് ദേശത്ത് ഒരു ജോബ് പോർട്ടലോ അങ്ങനെയുള്ള എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോലി വിവരങ്ങൾ അതത് ദേശത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരായ സഭാമക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ നന്മയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5 ലക്ഷം പ്രവാസ വിശ്വാസികളുള്ള ഗൾഫിൽ ഒരു രൂപത എന്നത് 40 വർഷത്തിലേറെയായി സ്വപ്നമായി നമ്മളുടെ എല്ലാം ഹൃദയത്തിലും മനസ്സിലും കൊത്തിവെച്ചിരിക്കുകയാണ്. നമ്മൾ ചരിത്രത്താളുകളൊന്ന് മറിച്ചു നോക്കുകയാണെങ്കിൽ ഒരു SMCAക്കോ അല്ലെങ്കിൽ ഒരു കാത്തലിക് കോൺഗ്രസിനോ ഇതിലൊരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സീറോ മലബാർ സിനഡ് അതുപോലെ പിതാവ് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും നാൾ പ്രവാസി തൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു പങ്ക് കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഒരു മടിയുമില്ലാതെ നൽകിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു കൈത്താങ്ങായി ഞങ്ങൾക്ക് സഭയും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ കൂടെയുണ്ട് എന്ന ഒരു വലിയ വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ കൂടെ സഭയുടെ കൂടെ നല്ലൊരു നാളേക്കായി ഒരുമിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു. ഞാൻ അടുത്ത കോൺട്രിബ്യൂട്ടറി സ്പീക്കർ വെരി റവറൻ ഫാദർ ഇമ്മാനുവൽ കാടൻകാവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. His Beatitude, Mar George Cardinal Alancheri, and my most esteemed guests. Through the apostolic exhortation, Gaudete et Exultate, Pope Francis places before the laity the greatest challenge of the day, that is, living your Christian call to holiness in the context where you are. The eparchy of Kalyan, being the first eparchy constituted for the migrants outside Kerala, remains an ever-shining example of how the Syro-Malabar Church can flourish with its ecclesial identity and work harmoniously in the inter-ritual scenario. There was a time when the younger generation was not aware of the ecclesiology and spirituality of the Syro-Malabar Church. Today, their convictions have grown and are manifested especially in the fact that we now have every year 5 to 8 seminarians entering the seminary accepting their call. Right now, we have 14 priests, 36 seminarians, and more than 40 nuns who are children of our own eparchy. The young couples have taken on the mission of teaching catechism, heading the various movements in the eparchy, and becoming members and leaders of the parish council, etc. The youth who migrate from our eparchy of Kalyan to other territories also bear strong witness to the faith wherever they go. Today, no Syro-Malabarian is in need of an indult anymore. On the other hand, in cities, the migrants must work hard to eliminate serious threats like rationalism, individualism, worldliness, distorted understanding of sexuality, addiction to pornography, immodest parties, celebrations, hypocrisy in Christian life, freelance culture, etc., and get deep-rooted in our life of faith. City migrants must vow to uphold the sanctity of marriage as a covenant and as a sacrament, and hence avoid all sorts of civil, interreligious, intercultural, and disparity of cult marriages. Children of the migrant community must be encouraged and educated
to insert themselves into the socio-political system and take up government jobs, creating more social awareness. Evangelization must go ahead. Yet, let us not forget that the church is grown to this extent also by multiplication and migration. It is high time that we abandoned the system of small family, happy family, and accepted the value-based family culture of large family, happy family. For this, we need to encourage early marriage among our children. Beware, the Syro-Malabar Church shall not go down in history by our misdeeds and become a mere showpiece in the museum. Her best resource is the human resource. Therefore, be fruitful, multiply, and fill the earth and subdue it. Long live Christ through the Syro-Malabar Church. Thank you very much. താങ്ക് യു ഫാദർ. അടുത്തതായി മിസ്റ്റർ ജോയ് ആൻ്റണി SMCA ഖത്തറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമയത്തിൻ്റെ പരിധി എല്ലാവർക്കും ഉള്ളതാണ്. ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാത്തലിക് കോൺഗ്രസ് സുഹൃത്തുക്കളെ, പ്രവാസികളുടെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 2 ടൈപ്പ് പ്രവാസികളുണ്ട്. അത് ഞാൻ പറയുന്നത് കൂടുതൽ തെറ്റാണോ അല്ല ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മൈഗ്രേഷൻ ഫോർ ഗുഡ്, അതായത് ഇപ്പോൾ ലൈക്ക് ബോസ്കോ പിതാവിൻ്റെ അടുത്ത് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർ ഒരുവിധം ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് ജീവിക്കുകയാണ്. അതുപോലെ കാനഡയ്ക്ക് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കയിലേക്കൊക്കെ പോകുന്നവർ, അതൊക്കെ അവരുടെ അവിടെ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടി പോവുകയാണ്. ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് പ്രതിപാദിക്കാനുള്ളത് ഈ ഗൾഫിൽ, അതായത് ഈ മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ഒമാൻ, ബഹ്റിൻ, ഖത്തർ, ഈ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരു ദീർഘകാലമൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഞങ്ങൾ ഒക്കെ നാട്ടിലേക്ക് പോവുകയാണ്. കണക്ക് തട്ടിൽ പിതാവ് വ്യക്തമായിട്ടൊരു കണക്കുണ്ടാക്കി പറഞ്ഞു, 5 ലക്ഷം ആളുകൾ ഞങ്ങളിവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അത് ഞാൻ രൂപതകളുടെ പോർട്ടലുകളൊക്കെ നോക്കുമ്പോൾ എല്ലാ രൂപതയേക്കാളും, അതായത് തൃശ്ശൂരോ അങ്കമാലിയോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയോ ഒക്കെ രൂപതകളുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലുള്ള ഒരു ജനസംഖ്യ ഇവിടെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ഏകദേശം പറഞ്ഞ് ഇപ്പോൾ 40 വർഷത്തോളമായി നമ്മൾ ആവശ്യപ്പെടുന്നു, ഒന്നുകിൽ ഒരു എപ്പാർക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസ്റ്റൽ കെയർ. സ്നേഹബഹുമാനായ പോൾ ഹെൻറി പിതാവും കാമില പിതാവും എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഇതാണോ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ? ഞാൻ ഖത്തറിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഖത്തറിൽ 2005 നമുക്കൊരു സ്വന്തമായിട്ടുള്ളൊരു പള്ളിക്ക് സ്ഥലം കിട്ടി, അതിന് തറക്കല്ലിട്ടു. 2009 അത് കുദാശ ചെയ്തു. അതിനും ഒരു പൊളിറ്റിക്കൽ നല്ലൊരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ സന്നിഹിതനാകാത്ത ഡോക്ടർ മോഹൻ തോമസ് അല്ലെങ്കിൽ അതുപോലത്തെ അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങൾ ഇഷ്ടപ്രകാരം നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് നമുക്ക് അത്രയും സൗകര്യങ്ങളൊക്കെ കിട്ടിയത്. ഇതവിടെ ഏറ്റവും ഫ്രണ്ട്ലിരിക്കുന്ന പോളി കണ്ണുകാടൻ പിതാവ് നമ്മുടെ വിധേയത്തിൽ പിതാവിൻ്റെ ഒപ്പം വന്ന്, അന്ന് കണ്ണുകാടൻ പിതാവായിട്ടില്ല, അന്ന് അതിൻ്റെ ഞങ്ങളുടെ കർമ്മങ്ങൾക്ക് ഒരു ലീഡറായിട്ട് വന്നിട്ടുള്ള ആളാണ്. വന്ന് അതിൻ്റെ കൂദാശ കർമ്മത്തിന് വന്ന താഴ്ത്തു പിതാവ് കൂടി ഇരിക്കുന്നുണ്ട്. എനിക്ക് വലിയ ഒരു പേഴ്സണൽ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം അത്രമാത്രം സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്ത് ആളുകൾ ഒരുക്കി ഏകദേശം 1 മാസത്തോളം ഞങ്ങളെ കുമ്പസാരിച്ച് കുർബാനയിലൊക്കെ പങ്കെടുപ്പിച്ച് ഒരു കൺവെർഷനൊക്കെ ശരിക്കും നടത്തിയിട്ട് പാകപ്പെടുത്തിയിട്ടാണ് പുതിയ പള്ളിയിലേക്ക് പോയത്. അത് ഈ തട്ടിൽ പിതാവാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു വ്യക്തിത്വമാണ് ബോസ്കോ പിതാവ്. അപ്പോൾ ഖത്തർ പള്ളിയിൽ വന്ന ഒരുവിധം എല്ലാ അച്ഛന്മാരും ഒക്കെ പിതാക്കന്മാരായി മാറി. ഖത്തർ പള്ളിക്ക് മാത്രം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഖത്തർ പള്ളി ഞങ്ങളിപ്പോഴും ഒരു കുരിശുപള്ളിയാണ്. ആദ്യം പോൾ ഹെൻറി പിതാവിൻ്റെ കീഴിലായിരുന്നു. കുറച്ചെങ്കിലൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം കുറച്ച് കാലമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാമില പിതാവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ മാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ബഹ്റിനും ഖത്തറും സൗദി അറേബ്യയും കുവൈറ്റൊക്കെ കൂട്ടിയിട്ടൊരു സ്ഥലത്തെത്തി. എന്തായാലും ഞങ്ങളൊരു ചെറിയ പ്രശ്നത്തിലാണ്. അത് പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാ പിതാക്കന്മാർക്കും നേരിട്ടറിയാം.
നിങ്ങൾ പോകുമ്പോൾ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുക അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇപ്രാവശ്യത്തെ നിങ്ങളുടെ യാത്രയിലും നിങ്ങൾ പിതാവിനെ കണ്ടുമുട്ടി ഞങ്ങളുടെ കാര്യങ്ങൾ ഉണർത്തിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സൗകര്യങ്ങൾ, അതായത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമുക്കൊരു ബിഷപ്പിൻ്റെ വിസയുണ്ട്, ഏകദേശം 10 അച്ഛന്മാരുടെ വിസയുണ്ട്, 4 കന്യാസ്ത്രീകളുടെ വിസയുണ്ട്. ഇതെല്ലാം ഉള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സമ്മേളനം എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ബെന്നി അല്ലെങ്കിൽ ഗ്ലോബൽ പ്രസിഡൻ്റൊക്കെ കൂടി ദുബായിൽ വയ്ക്കുമ്പോഴും ഞങ്ങൾക്കൊരു സങ്കടമുള്ളത്, സ്വന്തമായിട്ട് മിഡിൽ ഈസ്റ്റിൽ സ്വന്തമായിട്ടൊരു പള്ളിയുള്ള അവിടെ നടത്താൻ പറ്റാത്തതിൽ എനിക്ക് യഥാർത്ഥത്തിൽ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. ഇവിടെ നടത്തുന്നതിൽ സന്തോഷം, അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ വന്നിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോഴും എനിക്ക് എൻ്റെ സ്ഥലത്തിനെ പറ്റി പറയാനുള്ളത്, ഞങ്ങൾ അവിടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുവൈറ്റുകാർ പറഞ്ഞ അതേ ബുദ്ധിമുട്ടിൽ കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. അവരാണ് ഞങ്ങൾക്ക് പ്രചോദനം തന്നത്. അത് വളരെ സന്തോഷത്തോടുകൂടി കുവൈറ്റുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ SMCകളുടെ രൂപീകരണത്തിനും ഇപ്പോൾ ഒരു ചെറിയ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് മന്യം സംഭവിച്ചോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ചെറിയ മാറ്റങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഗ്ലോബലായി AKCCയുടെ കീഴിലേക്കായി മാറുന്നു. പക്ഷെ നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും സുരക്ഷാ പദ്ധതികൾ ഈ ദീർഘകാലം ജോലി ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഒരുവിധ അത്യാവശ്യ അസുഖങ്ങളും ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത കാലങ്ങളിൽ മരണപ്പെടുക എന്നൊരവസ്ഥയിലാണ് ആളുകൾ തിരിച്ചു പോകുന്നത്. പക്ഷെ നമുക്കൊരു സുരക്ഷാ പദ്ധതിയില്ല. ഇപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സുരക്ഷാ പദ്ധതികൾ നമ്മൾ SMCയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ അവർ അബദ്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ച് മരണപ്പെട്ടാൽ അവർക്ക് ഏകദേശം ഒരു സംഖ്യ കൊടുക്കും. ഇനി ഒരാൾ 5 വർഷത്തോളം അവിടെ സംഘടിപ്പിച്ച് നിന്നിട്ട് ഫോർ ഗുഡിന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് വെച്ചെങ്കിൽ അവർക്കൊരു സാമ്പത്തിക പാക്കേജ് കൊടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഗൾഫിലുള്ള എല്ലാ SMCകൾക്കും പൊതുവായിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ബേസിൽ നോക്കാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ബിജുവിന് അത് ടേക്ക് കെയർ ചെയ്യാം. അങ്ങനെ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ദൈവാനുഗ്രഹത്തിൽ ഒരു ദിവസം 2 കുർബാന നമ്മുടെ സ്വന്തം പള്ളിയിലുണ്ട്. കാലത്ത് 5:30-ക്കുണ്ട്, 7:15-നുണ്ട്. വെള്ളിയാഴ്ച നമുക്ക് 5 കുർബാനയുണ്ട്. പുലർച്ചെ 5:30, 7 മണി, 9 മണി, നമുക്ക് ഈവനിങ്ങിൽ 4 മണി, 6:30. അപ്പോൾ ഏകദേശം 2500 ആളുകളോളം ഒരു പ്രാവശ്യം കാണുന്നു. അപ്പോൾ ഏകദേശം 10,000 ആളുകളോളം വരുന്നു. നമുക്ക് ഏകദേശം 40,000 ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരൊറ്റ KTSM ക്ലാസ്സിലും 1800ഓളം കുട്ടികൾ ഒരു 4 ബാച്ചായിട്ട് KTSM ക്ലാസ് നടക്കുന്നു. ഏകദേശം 100 ചില്ലാനം KTSM അധ്യാപകരുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇതൊക്കെ പിതാവ് ഞങ്ങൾക്ക് നടക്കുന്നുണ്ട്. ആകെ മനസ്സിലൊരാഗ്രഹം, ഇപ്രാവശ്യം നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷത്തിനുള്ള വക ഈ നാട്ടിൽ നിന്നൊക്കെ പോകുന്നതിന് മുന്നേ ഈ 10-40 എന്നേക്കാൾ കൂടുതൽ കാലമൊക്കെ ഇതിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു പോകുന്നതിന് വേണ്ടി ഈ മിഡിൽ ഈസ്റ്റ് എല്ലാം ഉൾവിളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പാർട്ടി ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് വലിയ പിതാവും എല്ലാ പിതാക്കന്മാരും കൂടി ശ്രമിക്കണം. ഞങ്ങളെ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ദുബായ് നടത്തിയതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും സന്തോഷപൂർവ്വം ഇതിൽ പങ്കെടുക്കുന്നു. ഇവിടെ ഇതിൻ്റെ സംഘാടകരോട് ഒത്തിരി സ്നേഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് നല്ല നാളേക്കായിട്ട് പ്രവർത്തിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അടുത്തതായിട്ട് ഷെവലിയർ CB വാണിയപ്പുരക്കലിനെ ഞാൻ ക്ഷണിക്കുന്നു. അഭിവന്യ വലിയ പിതാവേ, അഭിവന്യ പിതാക്കന്മാരെ, വൈദികരെ, പ്രിയപ്പെട്ട AKCCയുടെ അഭിമാനങ്ങളായ അൽമായ പ്രതിനിധികളെ, ജോയി പറഞ്ഞതിൻ്റെ ചേർന്ന് പറയുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഖത്തറിലെ 31 വർഷത്തെ ജീവിതത്തിന് ശേഷം ഞാൻ എല്ലായിടത്തും പറയാറുള്ളത് ഞാൻ മടങ്ങി നാട്ടിലേക്ക് പോരുന്നു എന്നാണ്. ഖത്തറിൽ നിന്ന് പോരുമ്പോഴും പറഞ്ഞത് ഞാൻ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് പോകുന്നു എന്നാണ്. എന്നാൽ അതല്ല സംഭവിച്ചത്. ഖത്തറിലെ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത്, അവിടുത്തെ എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിനും നേതൃത്വം കൊടുത്തത് അവിടുത്തെ മത പോലീസ് റിപ്പോർട്ട് ചെയ്യുകയും ഒരു സുപ്രഭാതത്തിൽ എന്നെ ഖത്തറിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്നും ഖത്തറാണ് എൻ്റെ നാടിനേക്കാൾ എനിക്കിഷ്ടം.
പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ആശ്വസിക്കുന്നു, സന്തോഷിക്കുന്നു. ദൈവം ഖത്തറിൽ നമ്മുടെ സമൂഹത്തെ കരുപ്പിടിപ്പിക്കുവാൻ എനിക്ക് ജീവിതത്തിലൊരവസരം നൽകി. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. തിരിച്ചു വന്നതിന് ശേഷം ലൈറ്റി കമ്മീഷനിലും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ പ്രവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവാസി അപ്പസ്തോലേറ്റ് 2015 ആരംഭിച്ചു. പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തിരികെ വന്ന 20ഓളം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഞങ്ങൾ ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കാണുകയും പലപ്പോഴും പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ ധീര നേതാവായ അഡ്വക്കേറ്റ് ബിജി പറയുന്നതിനോട് പറയുകയും അഭിമന്യ പിതാവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അവരെ പ്രവാസി കോർഡിനേറ്ററായി AKCC എന്നെ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഖത്തറിൻ്റെ കാര്യം മാത്രം പറയുന്നത് ശരിയല്ല. പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പ്രവാസി കോർഡിനേഷൻ വഴി AKCC എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് എല്ലാ രൂപതകളിലും കടന്നു ചെന്ന് തിരികെ വന്ന പ്രവാസികളെ കൂട്ടിച്ചേർത്ത് അവരെ ഒരു കുടക്കീഴിൽ ആക്കുക. എല്ലാ രൂപതാ പ്രസിഡന്റുമാരെ അറിയിച്ചിട്ടുണ്ട്. അഭിമന്യ പിതാക്കന്മാർ വളരെ സന്തോഷത്തോടെ എന്നെ വെൽക്കം ചെയ്യുന്നുണ്ട്. അത് ഈ ഗ്ലോബൽ മീറ്റിന് ശേഷം ആരംഭിക്കുകയാണ്. അങ്ങനെ തിരികെ വന്ന പ്രവാസികളെ ഒന്നിച്ചുകൂട്ടി പ്രവാസത്തിലുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയും തിരികെ വന്നവരുടെ ക്ഷേമത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പുതിയതായി പ്രവാസത്തിലേക്ക് കടന്നു പോകാൻ പോകുന്നവരുടെ ക്ഷേമത്തിന് വേണ്ടിയും പരിശ്രമിക്കുക. അതുപോലെ പ്രവാസികളുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് യൂറോപ്പ്, അമേരിക്ക, കാനഡ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളവരുടെ മാതാപിതാക്കൾ ഏകരായിട്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും കൈത്താങ്ങ് നൽകുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതിന് പരിശ്രമിക്കുക. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി. കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒത്തിരി പദ്ധതികൾ പ്രവാസികൾക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പല മീറ്റിങ്ങുകളിൽ ഡിസ്കസ് ചെയ്തു പോകണൊക്കെ അതൊന്നും നമ്മുടെ തിരിച്ചു വന്ന പ്രവാസികൾ ഗവനിക്കുകയോ അവർക്കതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളോ അറിയില്ല. അപ്പോൾ അവർക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നോർക്കായുടെ സ്വന്തം ചെലവിൽ 100 പേർക്ക് ഒരു സെമിനാറ്, അതായത് പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ യുവജനങ്ങൾക്ക് വേണ്ടി അവർ നടത്തുകയാണ്. നേഴ്സസിനും എഞ്ചിനീയേഴ്സിനും വേണ്ടിയിട്ട് കംപ്ലീറ്റ് കോസ്റ്റ് കേരള ഗവൺമെൻറ് എടുക്കുകയാണ്. പക്ഷേ നമ്മളത് ഉപയോഗത്തിൽ കൊണ്ടുവരുന്നില്ല. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ 4 സെമിനാറുകൾ നടത്തി 400 പേർക്ക് അതിനുള്ള അവസരം നൽകി. അത് മറ്റെല്ലാ രൂപതകളിലും നമ്മൾ ആരംഭിക്കുകയാണ്. നോർക്ക ഈസ് റെഡി ടു സപ്പോർട്ട് അസ്. അതുപോലെ തന്നെ നോർക്കായുടെ ക്ഷേമ പദ്ധതികൾ, നോർക്കായുടെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് CV ബയോഡാറ്റ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ആളുകൾക്ക് കൂടുതൽ ചാൻസ് കിട്ടാൻ ഇടവകളിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഇതൊക്കെ എല്ലാ രൂപതകളിലേക്കും നമ്മൾ AKCCയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒന്ന് മാത്രം പറയുന്നു, പ്രവാസികളുടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. തട്ടിൽ പിതാവൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒന്നും തന്നെ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി സഭാപിതാക്കന്മാരെ അഭിമന്യ പിതാവ് വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. ഒന്ന് മാത്രം ഞാൻ പ്രത്യേകിച്ച് ഗൾഫിലുള്ള പ്രവാസി മക്കളോട് ആവശ്യപ്പെടുകയാണെന്ന്, നമ്മൾക്കിടെ പരിദേവനങ്ങളും വേദനകളും വിഷമതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന നമ്മുടെ പിതാക്കന്മാരാണ്. അവർക്ക് ശക്തി വരുവാനും അവർ പറയുന്ന ഓരോ വാക്കുകളും മാർപ്പാപ്പ തീരുമാനത്തിലെടുക്കുവാനും ഇന്നു മുതലേ അല്ലെങ്കിൽ നാളെ മുതലേ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഗൾഫ് നാടുകളിലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ മടങ്ങി വരുമ്പോഴേ ഒരു വലിയ സമ്മാനവുമായിട്ട് മടങ്ങി വരുമെന്ന് യാതൊരു സംശയവുമില്ല. AKCCയുടെ ഈ പ്രവാസികളെ സഹായിക്കുവാനുള്ള പ്രത്യേക പദ്ധതികളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ള ഗൾഫിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നും തിരികെ വന്നിരിക്കുന്നവരെ ഓരോ രൂപതകളിലും സംഘടിപ്പിച്ച് അടുത്ത ഗ്ലോബൽ മീറ്റിംഗ് തീർച്ചയായിട്ടും പ്രവാസികളുടെ ഒരു വലിയ നിര ഇവിടെ ഉണ്ടാകും. പ്രവാസികൾക്ക് വേണ്ടി ഒരു പ്രത്യേക മീറ്റിംഗ് കൂടണം എന്ന് പിതാവ് ആവശ്യപ്പെടാറുണ്ട്. ഇതൊക്കെ സംഭവിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി മിസ്റ്റർ ബിനോയ് ജോസഫ്, പ്രസിഡന്റ് SMCA റിയാദ്. അഭിവന്ദ്യ ആലഞ്ചേരി പിതാവേ, അഭിവന്ദ്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രഥമ ഗ്ലോബൽ മീറ്റിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഇടവകയുടെയോ രൂപതയുടെയോ ഭാഗമായി വന്നിരിക്കുന്നവരാണ്. എന്നാൽ ഇടവകകളോ രൂപതകളോ ഔദ്യോഗിക സഭയുടെ സാന്നിധ്യമില്ലാത്ത സൗദി അറേബ്യയിലെ സീറോ മലബാർ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ സെക്രട്ടറി ശ്രീ ഡെന്നി കൈപ്പനാനിയും ഞാനും ഈ ഗ്ലോബൽ മീറ്റിൽ പങ്കെടുക്കുന്നത്. ആദിമസഭ അഭിമുഖീകരിച്ച അതേ പ്രതിസന്ധികളിലൂടെയാണ് സൗദി അറേബ്യയിലെ സഭ ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരാധനാ സ്വാതന്ത്ര്യം വിലക്കപ്പെട്ടിരിക്കുന്ന സൗദി അറേബ്യയിൽ പൊതു ആരാധനയ്ക്ക് അനുവാദമില്ലാത്തതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭവനങ്ങളിലും ഹാളുകളിലും രഹസ്യമായി വിശ്വാസികൾ
തീർക്കുന്ന സുരക്ഷാ വലയത്തിനുള്ളിലാണ് ശുശ്രൂഷകൾ നടക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾക്ക് പിതാവായ ദൈവം കനിഞ്ഞു നൽകിയ സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. സൗദി അറേബ്യയിലെ സീറോ മലബാർ വിശ്വാസ സമൂഹത്തിന് സഭാ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ സവനീയം ഈ സദസ്സിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. സീറോ മലബാർ സഭയുടെ പാരമ്പര്യം വിശ്വാസവും ഇപ്പോഴുള്ള തലമുറയിൽ നിലനിർത്തുന്നതിനും വരും തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനും ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനിവാര്യമാണ്. സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലാകാത്ത കാനോനിക നിയമങ്ങളുടെ മറവിൽ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആയതിലേക്ക് അഭിവന്ദ്യ പിതാക്കന്മാരുടെ സത്രശ്രദ്ധ ഞങ്ങൾ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നിലവിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും സംരക്ഷണത്താലും സൗദി അറേബ്യയിൽ സീറോ മലബാർ വിശ്വാസ സമൂഹം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. കർമ്മനിരതരായ 300ഓളം അധ്യാപകരുടെ നേതൃത്വത്തിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ 1500ഓളം കുട്ടികൾ ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് രഹസ്യമായി വിശ്വാസ പരിശീലനം നൽകി വരുന്നു. 2500ഓളം വരുന്ന സീറോ മലബാർ കുടുംബങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടി സൗദി അറേബ്യയിലെ SMCA സ്വന്തം റിസ്കിൽ ഏതാനും അഭിവന്ദ്യ പിതാക്കന്മാരുടെ മൗന അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട വൈദികരുടെ സേവനം ലഭ്യമാക്കുന്നു. മാതൃസഭയോട് ചേർന്ന് നിൽക്കുന്ന സൗദി അറേബ്യയിലെ സീറോ മലബാർ വിശ്വാസ സമൂഹത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ സഭാ നേതൃത്വത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ എളിയ പരിശ്രമങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പരിപൂർണ്ണ പിന്തുണയും സഹായവും ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ ഔദ്യോഗിക ആത്മായ മുന്നേറ്റമായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സൗദി അറേബ്യയിലെ സീറോ മലബാർ വിശ്വാസ സമൂഹത്തിന് എല്ലാവിധ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ടും പ്രഥമ ഗ്ലോബൽ മീറ്റ് ഇത്രയും ഭംഗിയായി സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിനോയ്. അടുത്തതായിട്ട് ഞാൻ ആലഞ്ചേരി പിതാവിന് ഒരു കോൺട്രിബ്യൂട്ടറി മെസ്സേജിന് വേണ്ടി വിളിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ 9ാമതായിട്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് ആത്മസംയമനമാണ്. അതുകൊണ്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. 3 മിനിറ്റ് വേണമെന്ന് ചോദിച്ചു. വേണ്ട, 1 മിനിറ്റ് മതിയെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഈ വേദിയിൽ നിന്ന് വളരെ ശക്തമായിട്ട് പ്രവാസികളായ നമ്മുടെ സീറോ മലബാർ വിശ്വാസികൾക്ക് സഭാപരമായിട്ടുള്ള ഘടനകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുവല്ലോ. അതായത് നമ്മുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലുമുള്ള ആരാധനാ രീതികൾ, സഭാ ഭരണ രീതികൾ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, പരിശുദ്ധ വിശ്വാസത്തിനുള്ള അപേക്ഷയാണ്. ഞങ്ങളെല്ലാവരും അവിടെ ആയതുകൊണ്ട് നിങ്ങൾ ഒത്തിരി പ്രതീക്ഷകളോടെ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മീറ്റിങ്ങിൽ വെച്ച് ഒന്നും സംഭവിക്കുകയില്ല. പിന്നെ മീറ്റിങ്ങിൽ ഞങ്ങൾ പിതാക്കന്മാരെല്ലാവരും ശക്തമായിട്ട് ഇത് അവതരിപ്പിക്കും. അത് പരിശുദ്ധ പിതാവിനെ ചിന്തിപ്പിക്കും, പരിശുദ്ധ സിംഹാസനത്തെ ഒട്ടുമൊത്തമായിട്ട് സ്വാധീനിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഉണ്ടാകും. പക്ഷേ അത് ഉടനടി ആയിരിക്കുകയില്ല. എന്ന് വരികിലും ഞാൻ ആ പരിശുദ്ധ പിതാവുമായിട്ടുള്ള ഞങ്ങൾക്ക് 2.5 മണിക്കൂറാണ് അനുവദിച്ചിരിക്കുന്നത് 51 പിതാക്കന്മാർക്ക്. ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു ചെറിയ കത്ത് അതിനുശേഷം ഞാൻ സഭയ്ക്ക് എഴുതും. അക്കൂട്ടത്തിൽ നിങ്ങളുടെ കാര്യവും തീർച്ചയായിട്ടും പരിഗണിക്കുമെന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തും എന്നുള്ള വിവരം ഞാൻ പറയുകയാണ്. അഭിമന്യ തട്ടിൽ പിതാവ് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, പിതാവ് നമ്മുടെ സഭയിലെ പ്രവാസികളുടെ പ്രവാചകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ, പിന്നെ പറഞ്ഞാൽ ശരിയുമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ലെന്നേ ഉള്ളൂ. മറ്റു പിതാക്കന്മാരും അതുപോലെ പറയുന്നില്ലെങ്കിലും അഭിനന്ദ തട്ടിൽ പിതാവിൻ്റെ വിചാരവും വികാരവുമാണ് ഞങ്ങളുടെ എല്ലാവരുടേതുമെന്ന് അറിയിച്ചു. പിതാവ് പറഞ്ഞ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ നമ്മുടെ ചിന്തകളിൽ നമ്മൾ വരുത്തണം. നമ്മൾ വെറും മലയാളികളല്ല. ആ മലയാളികളുടെ രീതിയിൽ ലോകം മുഴുവൻ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. നമുക്ക് സീറോ മലബാർ സഭയുടെ വിശ്വാസ പാരമ്പര്യം അത് സഭാജീവിത ശൈലിയായിട്ട് എല്ലാ ഭാഷകളിലും എല്ലാ സംസ്കാരങ്ങളിലും കൊടുക്കുക എന്നുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞ ആ കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. നമ്മളെവിടെയായാലും പ്രേക്ഷിതരാണ്. നമ്മുടെ സുവിശേഷ ചൈതന്യം അനുസരിച്ചുള്ള ജീവിത സാക്ഷ്യം നമ്മളത് കൊടുക്കണം.
വിശുദ്ധ കുർബാന മധ്യേ നൽകാൻ ഇന്ന് വൈകുന്നേരം ഉദ്ദേശിച്ചിരിക്കുന്ന സന്ദേശം അതാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു കാര്യം അവസാനമായിട്ട് പറയുന്നു. സിബി വാണിപ്പുരയ്ക്കൽ പറഞ്ഞ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയെന്ന് വരികിൽ പരിശുദ്ധ സിംഹാസനം നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസ തീക്ഷ്ണതയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം കിട്ടിയതെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മെപ്പോലെ വിശ്വാസത്തിൻ്റെ അടിയുറച്ച് നീങ്ങുന്ന ഒരു ക്രൈസ്തവ സമൂഹം മറ്റൊരു വ്യക്തിസഭയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വരെ സംശയമാണ്. ഞാൻ സ്വയം പ്രശംസിക്കുകയല്ല. പിന്നെയോ പിതാക്കന്മാരായിട്ട് നമുക്കങ്ങനെ ഒരു വലിയ വിശ്വാസ ജീവിത ശൈലി നൽകിയിട്ടുണ്ട്. നമ്മളത് വളർത്തുവാൻ ശ്രമിക്കുന്നു. നിങ്ങൾ തുടരണം. നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്നുള്ള കർത്താവിൻ്റെ വചനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അടിയുറച്ച് പ്രാർത്ഥിച്ച് മുന്നേറിയാൽ നമ്മുടെ ഈ ആവശ്യവും ദൈവം സാധിച്ചു തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി പിതാവേ. നടക്കും എന്നുള്ളത് നമ്മൾ കേട്ടു. നടക്കട്ടെ എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രാർത്ഥന. ഞാൻ മിസ്റ്റർ ലാൽ ജോസ്, കാത്തലിക് കോൺഗ്രസ് ട്രഷറർ, ഓസ്ട്രേലിയയെ വോർഡ് ഓഫ് താങ്ക്സിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഞാൻ എൻ്റെ സംസാരം അധികം നീട്ടുന്നില്ല, കാരണം ഈ പറഞ്ഞ പോലെ ടൈം കൺസ്ട്രെയിൻസ്, അതുകൊണ്ട് നേരിട്ട് ഇതിലേക്ക് കിടക്കുന്നു. അഭിമന്യ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയൽ, അതർ ബിഷപ്സ്, പ്രീസ് ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് ലുമിനറീസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. വോട്ട് ഓഫ് താങ്ക്സ് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഗ്ലോബൽ മീറ്റ് സംഘടിപ്പിക്കാൻ ഒരു സ്പാർക്ക് നമ്മളിലേക്ക് എത്തിച്ച സർവേശ്വരന് തന്നെ ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഈ ചലഞ്ചസ് ഓഫ് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി എന്ന സെഷനിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് തന്ന മിസ്റ്റർ തോമസ് കുരുവിളയ്ക്ക് എല്ലാവരുടെയും ഭാഗത്തു നിന്നും എൻ്റെ വ്യക്തിപരമായ ഭാഗത്തു നിന്നും നന്ദി അർപ്പിക്കുന്നു. സെഷൻ ഇനാഗുറേറ്റ് ചെയ്ത മാർ ബോസ്കോ പുത്തൂർ ഈസ് ഫ്രം ഓസ്ട്രേലിയ. ഐ ആം ഫ്രം ദെയർ ഓൾസോ ടു. ഹി ഈസ് എ സ്റ്റോഞ്ച് സപ്പോർട്ടർ ഓഫ് ഗ്ലോബൽ കാത്തലിക് കോൺഗ്രസ്. പ്രത്യേകം നന്ദി പറയുന്നു. കീ ടോപ്പിക് പ്രസൻറ്റ് ചെയ്ത മാർ റാഫേൽ തട്ടിൽ, സ്പെഷ്യൽ താങ്ക്സ് ടു ഹിം. കോൺട്രിബ്യൂട്ടറി സ്പീക്കേഴ്സായി അവരുടെ വാല്യുബിൾ വ്യൂസ് നമ്മളോട് ഷെയർ ചെയ്ത അഡ്വക്കേറ്റ് പി ടി ചാക്കോ, മിസ്റ്റർ വിപിൻ വർഗീസ്, വെരി റെവറൻഡ് ഫാദർ ഇമ്മാനുവൽ, മിസ് ജോയ് ആൻ്റണി, ഷെവലിയർ സി ബി വാണിയപ്പുരയ്ക്കൽ ആൻഡ് മിസ്റ്റർ ബിനോയ് ജോസഫ് പടപ്പ് എന്നിവർക്ക് from the bottom of the hearts, thanks for them. Also, I thank Mr. Sunil P. Antony, who delivered the welcome speech of this topic. പിന്നെ ഒരു വ്യൂ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ആ ചലഞ്ചസിനകത്ത് വരാത്തൊരു കാര്യമാണ് വെൽക്കമിങ് മൈഗ്രൻസ് ടു ദ കമ്മ്യൂണിറ്റി. അത് ഈ പറഞ്ഞ പോലെ ടു ദ പ്ലേസ് വെയർ വി ലീവ്. കാരണം അത് ഈ ഓസ്ട്രേലിയ അതുപോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ നമ്മളൊരു കൾച്ചർ ഷോക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പുതിയ വരുന്ന മൈഗ്രൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ വെൽക്കമിങ് ഒരു അപ്രോച്ച്, അത് ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ചെറിയ പോയിൻ്റ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ടൈം കൺസ്ട്രെയിൻസ് മൂലം. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ.